بسم الله الرحمن الرحيم. لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة. رسول من الله يتلو صحفا مطهرة فيها كتب قيمة. وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية. إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية. جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا. رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. واعلموا أن فيكم رسول الله لو يطيعكم في كثير من الأمر لعنتم ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون. اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلى
فأنزلا سكينة علينا وثبت الأقدام إلا قينا. ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും സാരോപദേശങ്ങളും ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി പുലർത്തി പരിശുദ്ധരായി ജീവിക്കാൻ പരിശ്രമിക്കണം എന്ന് ആമുഖമായി സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇബാദുർ റഹ്മാനുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമളാൻ മാസത്തിൽ നാം നിർവഹിക്കുന്ന നമസ്കാര, നോമ്പ്, സകാത്ത്, ദാനധർമാദി അമലു സാലിഹാത്തുകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട, വളരെയധികം പുണ്യമുള്ള, ദീന് കഴിവിൻ്റെ പരമാവധി കരഗതമാക്കുക, ഇൽമു ധാരാളമായി പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നാം ഈ മജ്ലിസിൽ ഇരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനക്കും നമ്മുടെ പ്രതീക്ഷക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ ഖബൂലും പ്രതിഫലവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു സാധാരണ പറയാറുണ്ടായിരുന്നല്ലോ, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുഹിബ്ബൻ ഔ മുസ്തമിഅൻ ഫലാ തുകുനിൽ ഖാമിസ ഫതുഹ്ലക്. കുൻ ആലിമൻ, ഒന്നുകിൽ നീ ഒരു ആലിമാവുക, അറിവുള്ളവനാവുക. ഔ മുതഅല്ലിമൻ, അതല്ലെങ്കിൽ നീ അറിവ് നേടുന്ന ഒരു വിദ്യാർത്ഥിയാവുക. ഔ മുഹിബ്ബൻ, അതല്ലെങ്കിൽ ഖുർആനും സുന്നത്തുമാകുന്ന അറിവിനെ സ്നേഹിക്കുന്ന, അറിവുള്ളവരെ സ്നേഹിക്കുന്ന ഒരു മുഹിബ്ബാവുക. ഔ മുസ്തമിഅ, അതല്ലെങ്കിൽ ഇൽമിൻ്റെ സദസ്സുകളിൽ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന, അത് കേൾക്കുന്ന ഒരു കേൾവിക്കാരനാവുക, ഒരു ശ്രോതാവാവുക. ഈ നാലാലൊരു ആളാവാൻ മാത്രമേ നീ പാടുള്ളൂ. ഒന്നുകിൽ ആലിമാവുക, അതല്ലെങ്കിൽ മുതഅല്ലിം, അതല്ലെങ്കിൽ മുഹിബ്ബ്, അതല്ലെങ്കിൽ മുസ്തമിഅ. ഫലാ തുകുനിൽ ഖാമിസ, ഇതല്ലാത്ത അഞ്ചാമതൊരുത്തൻ്റെ പണി, ഇൽമുമായി ബന്ധപ്പെട്ട് അഞ്ചാമത്തെ ഒരു ദറജയിലേക്ക്, അഞ്ചാമത്തെ ഒരു മേഖലയിലേക്ക്, അഞ്ചാമത്തെ ഒരുത്തൻ്റെ സ്വഭാവത്തിലേക്ക് മുഅ്മിനെ നീ ചെന്നു പതിക്കരുത്. ഫതുഹ്ലക്, എങ്കിൽ നിനക്ക് നാശമാണ് എന്ന് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്യനെ അന്വർത്ഥമാക്കുവാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കഴിവിൻ്റെ പരമാവധി പരിശുദ്ധ റമളാൻ മാസത്തിൽ സാധിക്കുന്ന അത്ര ദീന് പഠിക്കാനും ഇൽമു നേടാനും അത് ജീവിതത്തിൽ അമലാക്കാനും നാം ശ്രമിക്കുന്ന ഈ ഉദ്യമത്തിന് പടച്ചവൻ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹലാവത്തുൽ ഈമാൻ, ഹലാവത്തുൽ ഈമാൻ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഏതാനും പ്രസക്തമായ ചില ഭാഗങ്ങൾ മാത്രം സൂചിപ്പിക്കാനാണ് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഹലാവത്തുൽ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര്, മുഹദ്ദിസീങ്ങള്, മുഫഖിഹീങ്ങള് അവരുടെ കിതാബുകളിൽ ഹലാവത്തുൽ ഈമാനിനെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ എന്താണ് ഹലാവത്തുൽ ഈമാനിൻ്റെ മഅന, അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് അവർ പറയുന്നുണ്ട്. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ കിതാബിൽ ഹലാവത്തുൽ ഈമാൻ, ഈമാനിൻ്റെ ആസ്വാദനം, ഈമാനിൻ്റെ മാധുര്യം, ഈമാനിൻ്റെ എൻ്റർടൈൻമെൻറ്റ്, ദ എൻ്റർടൈൻമെൻറ്റ് ഓഫ് ഈമാൻ, അതിനെപ്പറ്റി മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്,
ഇസ്തിൽദാദു ത്വാഅത്ത്, അല്ലാഹുവിനെ അനുസരിക്കുന്നതിലൂടെ, അല്ലാഹുവിന് ഇബാദത്തുകൾ ചെയ്യുന്നതിലൂടെ, അല്ലാഹുവിന് വേണ്ടി അവന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ നീ ചെയ്യുന്നതിലൂടെ നീ ആസ്വദിക്കുന്ന ഒരു ആസ്വാദനം, നീ അനുഭവിക്കുന്ന ഒരു രോമാഞ്ചം, നീ അനുഭവിക്കുന്ന ഒരു ഖുർറത്തു അയ്യുൻ, ഒരു ഖുർറത്തു ഐൻ, ഒരു കണ്ണിന്റെ കുളിർമ, ഒരു ഹലാവത്ത്, ഒരു ആസ്വാദനം, ഒരു മാധുര്യം, അതാണ് യഥാർത്ഥത്തിൽ ഹലാവത്തുൽ ഈമാൻ എന്ന് മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കിതാബിൽ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ അദ്ദേഹം പഠിപ്പിക്കുന്നു വമഹബ്ബത്തുൽ അബ്ദി ലില്ലാഹി ബിഫിഅലി ത്വാഅതിഹി, അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അല്ലാഹുവിന്റെ മഹബ്ബത്ത് കരസ്ഥമാക്കുക, അല്ലാഹുവിന്റെ പ്രീതിയും സ്നേഹവും കരഗതമാക്കുക. വതർകു മുഖാലഫതിഹി, അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എതിരു പറഞ്ഞിട്ടുള്ളതിൽ നിന്നും ഉപേക്ഷ വരുത്തി അതിനെ ഒഴിവാക്കി, പടച്ചവൻ വേണ്ട എന്ന് ഒരു കാര്യം പറഞ്ഞാൽ അതിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു മനസ്സ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യവും അങ്ങനെ തന്നെ ചെയ്യാൻ പറഞ്ഞതാണെങ്കിൽ അത് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ഒരു ആസ്വാദനം, ഒഴിവാക്കാൻ പറഞ്ഞതാണെങ്കിൽ അത് ഒഴിവാക്കുന്നതിലൂടെ കിട്ടുന്ന ഒരു കൺകുളിർമ, അതാണ് ഹലാവത്തുൽ ഈമാൻ. മഹാനായ ഇമാം സുയൂത്തി ഖാല സുയൂത്തി ഫി തൗശീഹ്, തൗശീഹ് എന്ന തന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, എന്താ ഹലാവത്തുൽ ഈമാൻ? ശിബ്ഹുൻ, അതൊരു വസ്തുവാണ്, അതൊരു രൂപമാണ്, അതൊരു വസ്തുവാണ്, ഒരു സാധനമാണ്. റഗ്ബത്തുൽ മുഅ്മിനി ഫിൽ ഈമാനി ബിശൈഇൻ ഹുലുവിൻ, ഒരു മുഅ്മിനിന് അവന്റെ ഈമാനികമായ വിഷയത്തിൽ ഉണ്ടാകുന്ന താല്പര്യത്തിലൂടെ അവന് കിട്ടുന്ന ഒരു തരം ഹൽവ്, ഒരു തരം സ്വീറ്റ്, ഒരു തരം മധുരമാണ് യഥാർത്ഥത്തിൽ ഹലാവത്തുൽ ഈമാൻ എന്ന് അദ്ദേഹവും തന്റെ കിതാബിലൂടെ പഠിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, ജീവിതത്തിൽ ഹലാവത്തുൽ ഈമാൻ എന്ന ഒരു വിഷയം നമ്മൾ കേൾക്കുമ്പോൾ, എന്ന ഒരു വിഷയം കഴിവിന്റെ പരമാവധി അതിൻ്റെ ഭാഗങ്ങളിലേക്ക്, അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് പഠിച്ചിറങ്ങാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മാധുര്യം, ഈമാനികമായ മാധുര്യം, ഈമാനികമായ ഹലാവത്ത് മുഅ്മിനീങ്ങളായ നമുക്ക് കിട്ടുന്നില്ലെങ്കിലും, മുഅ്മിനീങ്ങളായ നമുക്ക് പലപ്പോഴും ഈമാനിന്റെ ഹലാവത്ത് കിട്ടുന്നില്ലെങ്കിലും വേറെ പല ഹലാവത്തുകളും നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലേ? ചിലപ്പോ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ ഹലാവത്ത് കാണുന്നവരുണ്ട്, ഒരു മാധുര്യം, ഒരു എന്റർടൈൻമെന്റ്, ഒരു ആസ്വാദനം. ചില ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ആസ്വദിച്ച്, അല്ലേ? ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ നല്ല ആസ്വദിച്ചിട്ടാണ് നമ്മളത് കഴിക്കുക. വേറെ ചില ആളുകൾ നല്ല പാൽപ്പായസം, പാലിന്റെ പായസം, അത് നല്ല ആസ്വദിച്ച് കഴിക്കും. ഭക്ഷണത്തിന്റെ കാര്യം, ഭക്ഷണമല്ലാത്ത വേറെ ചില വിഷയങ്ങൾ, തൻ്റെ കച്ചവടം, താൻ കൃഷിക്കാരനാണെങ്കിൽ തൻ്റെ കൃഷി ചില ആളുകൾ ആസ്വദിച്ച് പണിയെടുക്കും, തൻ്റെ ജോലിയിൽ ആസ്വാദനം കണ്ടെത്തും. അങ്ങനെ ദുനിയവിയായ വിഷയങ്ങളിൽ ഹലാവത്ത് ഉണ്ട്, പല വിഷയങ്ങളിലും ഹലാവത്തുണ്ട്. ഏത് വിഷയത്തിലുള്ളതുപോലെ മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയുണ്ടായി, ഇന്ന ലിദ്ദലാലതി ഹലാവത്തുൻ ഫീ ഖുലൂബി അസ്ഹാബിഹാ. ഇന്ന ലിദ്ദലാലതി, ദലാലത്തിന്, വഴികേടിന്, തിന്മക്ക്, തോന്നിവാസത്തിന്, അല്ലേ, അതിനൊരു ഹലാവത്തുണ്ട്. ഫീ ഖുലൂബി അസ്ഹാബിഹാ, അത് ചെയ്യുന്നവരുടെ ഹൃദയങ്ങളിൽ. മദ്യപാനം എന്ന ദലാലത്ത് എന്ന തിന്മ ഒരുത്തൻ ചെയ്യുമ്പോൾ ആസ്വദിച്ച് അതിൻ്റെ ഹലാവത്തോടു കൂടിയാണ് അവനത് ചെയ്യുക. ചില ആളുകൾക്ക് ജീവിതത്തിൽ ഒരു ദിവസം ഒരുത്തനെ പറ്റിയെങ്കിലും നമീമത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സമാധാനം കിട്ടൂല, ഉറക്കം വരൂല. കാരണം എന്താ? ഒരുത്തനെ പറ്റിയെങ്കിലും നമീമത്ത് പറയുക എന്ന വിഷയത്തിലുള്ള, എന്ന ദലാലത്തിലുള്ള ഹലാവത്ത്, ആ മാധുര്യം അവൻ ആസ്വദിച്ചവനാണ്. അപ്പൊ ഇന്ന ലിദ്ദലാലതി ഹലാവത്തുൻ, തീർച്ചയായും ദലാലത്തിലും ഒരു ഹലാവത്തുണ്ട്. ഫീ ഖുലൂബി അസ്ഹാബിഹാ, അതിൻ്റെ ആളുകളുടെ ഹൃദയത്തിൽ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ,
ഞാൻ സൂചിപ്പിച്ചത് ജീവിതത്തിൽ പല മേഖലകളിലും ഹലാവത്തുണ്ട്. ഭൗതികപരമായ ചുറ്റുപാടുകളിൽ ഹലാവത്തുണ്ട്. ഒരു തോന്നിവാസി അവന്റെ തോന്നിവാസം ചെയ്യുമ്പോൾ അവനതിൽ ഹലാവത്തുണ്ട്. എല്ലാറ്റിലും ഹലാവത്തുണ്ടായി എന്നിരിക്കെ മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അചഞ്ചലമായ വിശ്വാസമുള്ള, ഒരു കാറ്റിലും ഒരു കൊടുങ്കാറ്റിലും പതറിപ്പോകാത്ത, ഒരു മലവെള്ളപ്പാച്ചിലും തകർന്നു പോകാത്ത ഈമാനുള്ള മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ത് തരത്തിലുള്ള ഹലാവത്തിന്റെ അനുയായികളാകേണ്ടത്? ദലാലത്തിന്റെ ഹലാവത്താണോ? അതല്ല ഹലാവത്തു ദുനിയാ, ദുനിയാവിന്റെ ഹലാവത്താണോ? അതല്ല ഹലാവത്തുൽ മഅ്കൂലാത്ത്, ഭക്ഷണത്തിലുള്ള ഹലാവത്താണോ? അതല്ലെങ്കിൽ ഹലാവത്തുൽ മശ്റൂബാത്ത്, വല്ല പാനീയങ്ങളും കുടിക്കുമ്പോഴുള്ള ആസ്വാദനമാണോ? അല്ലേ അല്ല. നേരെ മറിച്ച് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിന്റെ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിന്റെ ആയത്ത് ഓതിത്തരികയാണ്. വഅലമൂ അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങൾ അറിയണം നിങ്ങളുടെ ഇടയിലുള്ളത് അല്ലാഹുവിന്റെ റസൂലാണെന്ന്. സ്വഹാബത്തിനെ അഭിസംബോധന ചെയ്ത് ഇറങ്ങിയ ആയത്ത്. സ്വഹാബത്തെ നിങ്ങൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം. നിങ്ങളുടെ കൂടെയുള്ളത് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വഅലമൂ അന്ന ഫീകും റസൂലല്ലാഹ് ലൗ യുതീഉകും ഫീ കസീരിൻ മിനൽ അംരി ലഅനിതും. ആ റസൂല് പല കാര്യങ്ങളിലും നിങ്ങളെയാണ് അനുസരിക്കുന്നതെങ്കിൽ, അങ്ങനെയാണോ? അങ്ങനെയല്ലല്ലോ ആകേണ്ടത്. നമ്മൾ റസൂലിനെയാണ് അനുസരിക്കേണ്ടത്. പക്ഷേ റസൂല് നമ്മളെ ഇങ്ങോട്ടാണ് അനുസരിക്കുന്നതെങ്കിൽ ലഅനിതും, വല്ലാത്ത പ്രയാസത്തിലാകെ പോകുമായിരുന്നു, വല്ലാത്ത ബുദ്ധിമുട്ടിനാകെ പോകുമായിരുന്നു. വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ. പക്ഷേ സ്വഹാബത്തെ, ഈമാനുള്ളവരെ, വിശ്വാസികളെ, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഈമാനിനെ പ്രിയങ്കരമാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈമാനിനെ ആസ്വാദനമാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈമാനിനെ മാധുര്യമാക്കി തന്നിട്ടുണ്ട്. ഈമാന വസയ്യനഹു ഫീ ഖുലൂബികും, അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു അലങ്കാരമാക്കി വെച്ചിട്ടുണ്ട്. സ്ത്രീകൾ അവരുടെ ആഭരണങ്ങൾ അലങ്കാരമായി ഉപയോഗിക്കുന്നത് പോലെ, പുരുഷന്മാർ അവരുടെ വസ്ത്രം അലങ്കാരമായി ഉപയോഗിക്കുന്നത് പോലെ, ഈമാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിലുള്ള സീനത്താണ്, അലങ്കാരമാണ് അൽ ഈമാൻ. അവന്റെ ഹൃദയത്തിലുള്ള അലങ്കാരമാണ് ഈമാൻ. വകറഹ ഇലൈക്കുമുൽ കുഫ്റ, കുഫ്റിനെ നിങ്ങൾക്ക് വെറുപ്പുള്ളതാക്കി തന്നിട്ടുണ്ട്. വൽ ഫുസൂഖ, ഫുസൂഖിനെയും അധർമ്മത്തെയും, വൽ ഇസ്യാൻ, അതേപോലെ തന്നെ ധിക്കാരത്തെയും. ഉലൈക ഹുമുർ റാഷിദൂൻ, അവരാണ് സന്മാർഗികൾ. ഹലാവത്തുൽ ഈമാൻ എന്ന വിഷയം പഠിക്കുമ്പോ, ഈമാനിന്റെ മാധുര്യം എന്ന വിഷയം പഠിക്കുമ്പോ തുടക്കത്തിൽ ആമുഖമായി നമ്മൾ ഓർക്കേണ്ട ആയത്താണ് ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ളവർക്ക്, വിശ്വാസികൾക്ക്, അവർക്ക് അവരുടെ ഹൃദയത്തിൽ ആ ഈമാൻ അത് പ്രിയങ്കരമാക്കി കൊടുത്തിട്ടുണ്ട്, അത് മാധുര്യമുള്ളതാക്കി കൊടുത്തിട്ടുണ്ട്, അവരുടെ ജീവിതത്തിൽ അതൊരു ആസ്വാദനമാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പറയുമ്പോൾ ഈമാൻ ആസ്വദിക്കുക, ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ആസ്വദിക്കാന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? സംഗീതമൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ആസ്വദിക്ക എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? ഹറാമായ ഫിലിമുകൾ, ഹറാമായ നിലക്ക്, ഈ നിലക്കുള്ള ഹറാമാണെന്ന് സ്ഥിരപ്പെട്ട മ്യൂസിക്കും ഫിലിമുകളും സിനിമകളും അതിങ്ങനെ കാണുമ്പോൾ അതൊക്കെ ഹലാവത്തുണ്ട്, അതിലൊക്കെ ആസ്വാദനം ഉണ്ട് എന്ന് പറഞ്ഞാൽ സമ്മതിക്കാം. എന്താ ഈമാനിന്റെ ആസ്വാദനം? ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടണ്ട, പ്രയാസപ്പെടണ്ട. മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ, മഹാന്മാരായ പണ്ഡിതന്മാർ എന്താണ് യഥാർത്ഥത്തിൽ ഹലാവത്ത്? അത് സാങ്കല്പികത മാത്രമാണോ? അതല്ല യാഥാർത്ഥ്യമാണോ? അവർ പറയുന്നു ബൽ ഹിയ ഹലാവത്തുൻ മഹ്സൂസ. അല്ല, സാങ്കല്പികമല്ല, നേരെ മറിച്ച് മഹ്സൂസ, അനുഭവേദ്യമാണ്, അനുഭവ യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ ഹലാവത്ത് എന്ന് പറഞ്ഞത്. യുഹസ്സു ബിഹൽ ഇൻസാൻ, മനുഷ്യൻ അത് അനുഭവിക്കുന്നതാണ്.
ഹലാവതുഹു അഹ്ലാ മിനത്ത്വആമിൽ മുസ്തഹാ. ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണത്തിനേക്കാൾ മധുരമുള്ളതാണ് ഈമാനിന്റെ മധുരം. വഅഹ്ലാ മിനശ്ശറാബ്, ഏറ്റവും ഇഷ്ടപ്പെട്ട അശ്ശറാബിൽ മുസ്തഹ, ഏറ്റവും ഇഷ്ടപ്പെട്ട ആഗ്രഹിക്കുന്ന പാനീയത്തെക്കാൾ, ജ്യൂസിനേക്കാൾ അഹ്ലാ, ഏറ്റവും മധുരമുള്ളതാണ് ഈമാനിന്റെ മധുരം. ലിഅന്നഹാ യസൂലു ബിഹാ അൽ ആലാമുല്ലതി ഖദ് യജിദുഹാ. മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകൾ, മനുഷ്യൻ അനുഭവിക്കുന്ന ശാരീരിക മാനസിക വേദനകൾ ദൂരീകരിക്കാനുള്ള ഒരു ശമന ഔഷധമാണ് ഈമാനിന്റെ മധുരം, ഹലാവത്തുൽ ഈമാൻ. അതേപോലെ തന്നെ വയതഹമ്മലു ഫീ സബീലിഹാ, ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ ഹലാവത്തുണ്ടായാൽ അവൻ വഹിക്കും, അവൻ സഹിക്കാൻ തയ്യാറാകും. മാലാ തതഹമ്മലുൽ ജിബാലു, പർവ്വതം സഹിക്കുന്നതിനേക്കാൾ വലുത്, പർവ്വതം വഹിക്കുന്നതിനേക്കാൾ വലുത് ഒരു മനുഷ്യൻ അവന്റെ ഹൃദയത്തിൽ ഹലാവത്തുണ്ടായാൽ അവൻ സഹിക്കാൻ തയ്യാറാണ് എന്ന് മഹാന്മാരായ പൂർവസൂരികൾ, മഹാന്മാരായ സലഫു സ്വാലിഹീങ്ങൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. സാങ്കല്പികത മാത്രമല്ല, കേവലം ഒരു ഇസ്തിആറത്തായ പ്രയോഗം, ഒരു എന്താ പറയാ, മനുഷ്യൻ പരസ്പരം ആലങ്കാരികമായി പ്രയോഗിക്കുന്ന ഒരു പദപ്രയോഗം മാത്രമല്ല ഹലാവത്ത്. നേരെ മറിച്ചത് അനുഭവമാണ്, അനുഭവ യാഥാർത്ഥ്യമാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹലാവത്ത് ഏതൊക്കെ വിഷയത്തിലാണ് എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന, അവരൊക്കെ രേഖപ്പെടുത്തുന്ന, അവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. സലാസുൻ, മൂന്ന് കാര്യങ്ങൾ. ജീവിതത്തിൽ ഒരു മനുഷ്യന് മൂന്ന് കാര്യങ്ങൾ ഉണ്ടായാൽ, മൻ കുന്ന ഫീഹി, അവ ഉണ്ടായാൽ, ഒരു മനുഷ്യനിൽ അവ ഉണ്ടായാൽ, വജദ ബിഹിന്ന, അത് മുഖേന അവൻ ആസ്വദിക്കുകയാണ്, അത് മുഖേന അവന് ഉണ്ടായിത്തീരുകയാണ് ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം. മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം മുഅ്മിനെ, എങ്കിലേ ഹലാവത്ത് കിട്ടുകയുള്ളൂ, എങ്കിലേ മധുരം കിട്ടുകയുള്ളൂ, എങ്കിലേ പർവ്വതങ്ങൾക്ക് താങ്ങാവുന്നതിനേക്കാൾ വലിയ ഭാരം ഹൃദയത്തിലും നെഞ്ചിലും പേറാനുള്ള ശക്തിയും മധുരവും നമുക്ക് കിട്ടണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണേ. ഒന്നാമത്തെ കാര്യം എന്താ? അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അയ്യകൂന അല്ലാഹു റസൂലുഹു, അല്ലാഹു ആയിത്തീരുക, ഒരു മനുഷ്യന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിത്തീരുക. അഹബ്ബ ഇലൈഹി, ഏറ്റവും പ്രിയപ്പെട്ടത്, ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏറ്റവും ഒന്നാമത്, മിമ്മാ സിവാഹുമാ, അള്ളയും റസൂലും കഴിച്ചതിനേക്കാൾ, അള്ളാനേക്കാളും റസൂലിനതിനേക്കാളും വേറെ ഒരാളോടും ഒരു മുഅ്മിനിന് പിരിശമുണ്ടാകാൻ പാടില്ല. അള്ളാനേക്കാൾ റസൂലിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം അള്ളാഹുവിനോട്, ഏറ്റവും കൂടുതൽ പ്രിയം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അങ്ങനെ ജീവിതത്തിൽ അവന്റെ ഹൃദയത്തിൽ മറ്റാരേക്കാളും അള്ളാഹുവിനെ പ്രിയം വെച്ചവൻ, അള്ളാഹുവിനെ സ്നേഹിച്ചവൻ, മറ്റെല്ലാ വിഷയത്തിലും ആര് വെറുത്താലും, ആര് തന്നെ ആട്ടിയോടിച്ചാലും, ആര് തന്നോട് പിണങ്ങിയാലും, ആര് തന്നെ ആട്ടിയോടിച്ചാലും, ആര് തന്നെ ബഹിഷ്കരിച്ചാലും, ആര് തന്നെ കല്ലെറിഞ്ഞാലും കൂക്കുവിളിച്ചാലും, ആരൊക്കെ തനിക്കെതിരായാലും എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മതി. ആ ഒരു പ്രഖ്യാപനം ആരേക്കാളും അള്ളാനെയും റസൂലിനെയും സ്നേഹിക്കാൻ ഒരുത്തന് സാധിച്ചോ അവന്റെ ജീവിതത്തിൽ ഹലാവത്ത് കിട്ടി. ഒന്നാമത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്,
വിശുദ്ധ ഖുർആനിന്റെ 9-ാം അധ്യായം സൂറത്തു തൗബയുടെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചില്ലേ, ഖുൽ ഇൻ കാന ആബാഉകും വ അബ്നാഉകും വ ഇഖ്വാനുകും വ അസ്വാജുകും വ അശീറതുകും വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ വ മസാകിനു തർദൗനഹാ. ഒരു മനുഷ്യൻ ബന്ധപ്പെടുന്ന സചേതനവും അചേതനവുമായ സർവ്വകാര്യങ്ങളെയും എണ്ണിപ്പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഖുൽ ഇൻ കാന ആബാഉകും, നിങ്ങളുടെ ഉമ്മ വാപ്പമാർ, നിങ്ങളുടെ മാതാപിതാക്കൾ, വ അബ്നാഉകും, നിങ്ങളുടെ സന്താനങ്ങൾ, വ ഇഖ്വാനുകും, നിങ്ങളുടെ സഹോദരങ്ങൾ, വ അസ്വാജുകും, നിങ്ങളുടെ ഇണകൾ, വ അശീറതുകും, നിങ്ങളുടെ കുടുംബക്കാർ, വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹാ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കുന്ന ഒരു കൂട്ടുന്ന നിങ്ങളുടെ സമ്പത്ത്, അതേപോലെ തന്നെ നഷ്ടം സംഭവിക്കുമോ എന്ന് നിങ്ങൾ പേടിക്കുന്ന നിങ്ങളുടെ കച്ചവടം, ഒരു സമനവും ഒരു ആശ്വാസവും ഒരു സംതൃപ്തിയും കണ്ടെത്തുന്ന നിങ്ങളുടെ വീട്, ഇതിനേക്കാളൊക്കെ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലിഹി, അള്ളാഹിനേക്കാളും റസൂലിനേക്കാളും ഇഷ്ടം, അള്ളാഹിനേക്കാളും റസൂലിനേക്കാളും താല്പര്യം, പ്രിയം നിനക്ക് നിന്റെ വീടിനോടാകാൻ പാടില്ല, നിനക്ക് നിന്റെ കുടുംബത്തിനോടാകാൻ പാടില്ല, നിനക്ക് നിന്റെ വാപ്പയോടോ ഉമ്മയോടോ ആരോടും ആകാൻ പാടില്ല. അള്ളയാകണം ഫസ്റ്റ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകണം അടുത്തത്. എങ്കിലേ നിനക്ക് ജീവിതത്തിൽ ഈമാനിന്റെ മാധുര്യം കിട്ടുകയുള്ളൂ. കിട്ടിയില്ലേ? സ്വഹാബത്തിന് കിട്ടിയില്ലേ? മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ മുസ്ലിമാവുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയാണ്. അക്കാരണം കൊണ്ട് തന്നെ പല പരീക്ഷണങ്ങളും നേരിടേണ്ടി വന്നു, പല പീഡനങ്ങളും നേരിടേണ്ടി വന്നു, പല ചൂഷണങ്ങൾക്കും വിധേയനായി മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു എത്രത്തോളം എന്നറിയുമോ? താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന തന്റെ ഉമ്മ വരെ തന്നെ ചൂഷണം ചെയ്തു, തന്റെ ഉമ്മ വരെ തന്നെ മാനസികമായി പ്രയാസപ്പെടുത്തി. ഉമ്മ വന്ന് എന്നോട് പറഞ്ഞു, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സഅദേ മോനെ, നിന്റെ ഉമ്മക്ക് വല്ലാത്ത വിഷമമുണ്ട്, എനിക്കറിയാം മോനെ, നിനക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം ഈ ഉമ്മയോടാണെന്ന്. നിന്നെ നൊന്ത് പ്രസവിച്ച, നിന്നെ 10 മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച ഈ ഉമ്മയോടാണ് നിനക്ക് ഏറ്റവും ഇഷ്ടമെന്ന് മോനെ ഈ ഉമ്മക്കറിയാ. ഈ ഉമ്മയുടെ വാക്ക് നീ തട്ടുമെന്ന് മോനെ ഈ ഉമ്മ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് മോനെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ഇപ്പൊ കൂടിയ മതം, നീ ഇപ്പോൾ കൂടിയ ദീന് അതെനിക്ക് തൃപ്തമല്ല മോനെ, അതെനിക്കിഷ്ടമല്ല മോനെ, നീ മാറണം. മാറിയിട്ടില്ല എങ്കിൽ ഈ ഉമ്മ ഭക്ഷണം കഴിക്കുകയില്ല. ഈ ഉമ്മ വിശന്ന് പട്ടിണി കിടന്ന് മരിക്കുന്നത് നീ കണ്ണുകൊണ്ട് കാണേണ്ടി വരും മോനെ. ആർക്ക് കേൾക്കുമ്പോ സഹിക്കാൻ സാധിക്കും ഈ വാചകം? മുഅ്മിനേ, ഞാനും നിങ്ങളും നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ നമ്മുടെ ഭാര്യയോട് ചോദിക്കാറില്ലേ, ഉമ്മ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉമ്മ ഭക്ഷണം കഴിച്ചിട്ടാണോ ഉറങ്ങിയത്, ഉമ്മ ഗുളിക കഴിച്ചിട്ടാണോ ഉറങ്ങിയത്, ഉമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടോ എന്ന് നമ്മുടെ ഭാര്യയോട് ചോദിക്കാറില്ലേ, നമ്മുടെ മക്കളോട് ചോദിക്കാറില്ലേ? ആ ഉമ്മ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ, മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനെ പ്രയാസപ്പെടുത്താൻ, മനസ്സിനെ വേദനിപ്പിക്കാൻ പറഞ്ഞു, മോനെ, നീ നിന്റെ മതത്തിൽ നിന്നും മാറിയിട്ടില്ലെങ്കിൽ ഈ ഉമ്മ പട്ടിണി കിടന്നു മരിക്കും മോനെ. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം നുകർന്ന, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട, റസൂലുള്ളാഹിയെ ഇഷ്ടപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു കുലുങ്ങുന്നില്ല, പേടിക്കുന്നില്ല, മനസ്സിൽ ഭാരം തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞ വാക്കെന്താണെന്നറിയുമോ? അല്ലാഹുവിനെ തന്നെയാണ് സത്യം. യാ ഉമ്മ തഅലമീന, ഉമ്മ നിങ്ങൾ അറിയണേ, ഉമ്മ നിങ്ങൾ തിരിച്ചറിയണേ. ലൗ അന്ന ലകി മിഅതു നഫ്സിൻ, നിങ്ങൾക്ക് 100 ജീവൻ ഉണ്ടാവുകയും ദഹബത് നഫ്സം വനഫ്സാ, ഓരോന്നായി വിശന്നു പട്ടിണി കിടന്ന് ഒന്നല്ല ഉമ്മ, ഓരോരോ തവണ നിങ്ങൾ 100 തവണ എന്റെ മുന്നിൽ കിടന്നു മരിച്ചാലും മാതറക്തു ദീനി ഹാദാ
ഹാദാ, അള്ളാനെ വിട്ട ഒരു കളിയില്ല ഉമ്മ, അള്ളാന്റെ റസൂലിനെ വിട്ട ഒരു കളിയില്ല ഉമ്മ. നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കും ഉമ്മ. ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരും ഉമ്മ. എനിക്ക് ദുനിയാവിൽ എൻ്റെ റബ്ബ് കഴിച്ചാൽ, എൻ്റെ റബ്ബിന്റെ റസൂല് കഴിച്ചാൽ ഏറ്റവും പ്രിയം അങ്ങയോട് തന്നെയാണ് ഉമ്മ. പക്ഷേ ഉമ്മ, നിങ്ങളെക്കാൾ അള്ളാനെയാണ് എനിക്കിഷ്ടം. ഉമ്മ, നിങ്ങളെക്കാൾ അള്ളാന്റെ റസൂലിനെയാണ് എനിക്കിഷ്ടം. ഈ ദീന് വിട്ടൊരു കളിക്കും ഉമ്മ ഞാൻ തയ്യാറല്ല. അതാ ഹലാവത്തുൽ ഈമാൻ. സാധിക്കോ? കുടുംബക്കാര്, നാട്ടുകാര്, ബന്ധുമിത്രാദികള്, ഭാര്യ സന്താനങ്ങള്, മാതാപിതാക്കള്, എന്ത് ഗ്രൂപ്പിലാടാ, എന്ത് റൂട്ടിലായി പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതെന്ത് താടിയാ എൻ്റെ താടി? അതൊക്കെ വെട്ടി ഒതുക്ക്. ഇതെന്താ ഫാൻ്റൊക്കെ എങ്ങനെ ധരിച്ചിരിക്കുന്നത്? നെരിയാണിക്ക് മുകളിലേക്ക് ഒരു അപരിഷ്കൃതനായി താത്തി കൊടുക്ക് എന്നൊക്കെ കളിയാക്കുമ്പോ അതിൽ മനം എടുത്ത് മാറ്റേണ്ടവനാണോ നീ? അല്ലേ? അല്ല. അതിൽ മാറണ്ട. ആര് പറഞ്ഞാലും കേൾക്കണ്ട. ആര് പറഞ്ഞാലും റബ്ബിന്റെ വാക്ക് കേട്ടോ, റസൂലുള്ളാന്റെ വാക്ക് കേട്ടോ. അതാണ് അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി. എങ്കിൽ നിനക്ക് വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം കിട്ടും എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുടെ വിഷയത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ ആരെക്കാളും തൻ്റെ റബ്ബിനെ സ്നേഹിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു പെൺകുട്ടി അവൾ വളർന്നു വരുന്ന കാലഘട്ടം അങ്ങനെ അവളുടെ ബാല്യം കഴിഞ്ഞ് കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് കിടക്കുന്ന സമയത്ത് അതുവരെ അവളെ സംരക്ഷിച്ചത് അവളുടെ മാതാപിതാക്കളാണ്. യൗവനത്തിലേക്ക് എത്തി വിവാഹപ്രായമെത്തിയാൽ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവൾക്കെല്ലാം അവളുടെ ഭർത്താവാണ്. അല്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പെണ്ണ്, ഒരു ഭാര്യ അള്ളാഹു അല്ലാത്ത ആരുടെയെങ്കിലും മുന്നിൽ ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. അത്ര പവിത്രമായ ബന്ധമാണ്, അത്ര പവിത്രമായ ആദരവാണ്, ബഹുമാനമാണ്, സ്നേഹമാണ് ഭാര്യയ്ക്ക് ഭർത്താവിനുള്ളത്. പക്ഷേ ദീനിന്റെ കാര്യത്തിൽ വേണോ, ഇസ്ലാമിന്റെ കാര്യത്തിൽ വേണോ? മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആരാ ജഅഫർ റളിയല്ലാഹു അൻഹു? ഇസ്ലാമിന്റെ യുദ്ധത്തിൽ ശത്രുക്കളുമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും യുദ്ധം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ജഅഫർ റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയോടും ചെറിയ കുട്ടികളോടും യാത്ര പറഞ്ഞുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ജഅഫർ റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിലെത്തി. അദ്ദേഹത്തിന്റെ കയ്യിലാണ് പതാക വഹിച്ചിട്ടുള്ളത്, ഇസ്ലാമിന്റെ പതാക വഹിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കൈവശമാണ്. അങ്ങനെ ഘോരമായി യുദ്ധം ചെയ്യുകയാണ്. യുദ്ധത്തിന്റെ മധ്യത്തിലേക്ക് എത്താറായി. അതാ ഒരു ശത്രു മറഞ്ഞു വന്നുകൊണ്ട് മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ വലത് കൈ നോക്കിക്കൊണ്ട് വെട്ടുകയാണ്. തന്റെ വലത് കൈയിലാണ് ഇസ്ലാമിന്റെ പതാക പിടിച്ചിട്ടുള്ളത്. വലത് കൈ അറ്റു പോവുകയാണ്. ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ വലത് കൈ മുറിഞ്ഞു പോവുകയാണ്. ആ കൊടി, ആ പതാക ഇടത് കൈയിലേക്ക് മാറിപ്പിടിച്ചുകൊണ്ട് വീണ്ടും ധീരമായി യുദ്ധം ചെയ്യുകയാണ് ജഅഫർ റളിയല്ലാഹു അൻഹു. വേറെ ഒരു ശത്രു വന്നുകൊണ്ട് തന്റെ ഇടത് കൈയും വെട്ടിമാറ്റി, കാലുകൊണ്ട് മുറുക്കെ പിടിച്ചു ആ പതാക. കാലും വെട്ടിമാറ്റി, ഇരു കാലുകളും വെട്ടിമാറ്റി. ശരീരത്തിൽ അവയവങ്ങൾ വിച്ഛേദിക്കപ്പെട്ടുകൊണ്ട്, ഭംഗിക്കപ്പെട്ടുകൊണ്ട് അതിക്രൂരമായി, അതിദാരുണമായിട്ടാണ് മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു അന്ന് ആ യുദ്ധത്തിൽ ഇഹലോകവാസം വെടിഞ്ഞത്, അന്ന് ആ യുദ്ധത്തിൽ ഷഹീദായി തീർന്നത്. അങ്ങനെ യുദ്ധം കഴിഞ്ഞു. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞ് മദീനത്തേക്ക് മടങ്ങി വന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ വീട് ലക്ഷ്യമാക്കി പോവുകയാണ്. അങ്ങനെ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തിയപ്പോ പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ 2 പിഞ്ചു മക്കൾ ഓടി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ച് റസൂലുള്ളാഹിന്റെ തോളത്ത് കയറിയിരുന്നു കൊണ്ട് റസൂലുള്ളാഹിന്റെ പുറകിലേക്ക് നോക്കുകയാണ്. ആരെയാ ആ മക്കൾ നോക്കുന്നത്? സ്വന്തം ഉപ്പയെയാണ് നോക്കുന്നത്. പോകുമ്പോ റസൂലുള്ളാഹിന്റെ പുറകിൽ ഉപ്പയുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോ റസൂലുള്ള ഒറ്റയ്ക്കുള്ളൂ. റസൂലുള്ളാഹിന്റെ പുറകിലേക്ക് ആ കുഞ്ഞുങ്ങള് മാറി മാറി നോക്കുന്നുണ്ട്. എവിടെ ഉപ്പ, എവിടെ ഉപ്പ എന്ന് ചോദിച്ചു. ഞങ്ങളുടെ ഉപ്പ എവിടെ റസൂലുള്ള എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറുപടി പറയാൻ സാധിച്ചില്ല. അവിടുന്ന് വിങ്ങിപ്പൊട്ടി, അവിടുന്ന് വിതുമ്പിക്കരഞ്ഞു. നിഷ്കളങ്കരായ ചെറിയ ഈ കുഞ്ഞുങ്ങളോട് എന്തു പറയാനാ? അവരോട് എന്താണ് പറയേണ്ടത് എന്നറിയാതെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുന്നത് കാഴ്ച കണ്ടുകൊണ്ടാണ് ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വീടിന്റെ അകത്ത് നിന്നും പുറത്തേക്ക് വരുന്നത്. റസൂലുള്ള കരയുന്നത് കണ്ടപ്പോ മക്കള് ബാപ്പയെ ചോദിക്കുമ്പോ റസൂലുള്ള കരയുന്നത് കണ്ടപ്പോ ആ മഹദിക്ക് മനസ്സിലായി, എന്റെ ഭർത്താവിനെ ഇനി ദുനിയാവിൽ എനിക്ക് തിരിച്ചു കിട്ടില്ല. എന്റെ മക്കൾക്ക് ബാപ്പയായിട്ട് എന്റെ ഭർത്താവിനെ എനിക്കിനി ദുനിയാവിൽ തിരിച്ചു കിട്ടില്ല എന്നും മനസ്സിലാക്കിയിട്ടും എന്നറിഞ്ഞിട്ടും എന്ന് തിരിച്ചറിഞ്ഞിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചില്ല, എവിടെ എന്റെ ഭർത്താവ് എന്ന് ചോദിച്ചില്ല. നേരെ മറിച്ച് ആ മഹദിയുടെ നാവ് മന്ത്രിച്ചത് ഒരേ ഒരു വാക്ക് മാത്രമാണ്, അൽഹംദുലില്ലാഹ്, നാദാ നിനക്ക് സ്തുതി. ഒരു ഷഹീദായ ഭർത്താവിന്റെ ഭാര്യയായി ദുനിയാവിൽ ജീവിക്കാൻ എനിക്ക് സാധിച്ചല്ലോ നാദാ, അൽഹംദുലില്ലാഹ്. ഒരു പെണ്ണിന് താങ്ങാൻ പറ്റുമോ? തന്റെ ഭർത്താവ് മരിച്ചാൽ ഒരു പെണ്ണിന് താങ്ങാൻ പറ്റുമോ? കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് ഭർത്താവ് ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. ഭാര്യ എന്താ പ്രഗ്നന്റ് ആണ്, 1 മാസം ഗർഭിണിയാണ്. ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ മനസ്സിലുള്ള തേങ്ങൽ എന്തായിരിക്കും? അവളുടെ മനസ്സിലുള്ള വേദന എന്തായിരിക്കും? ചെറിയ ചെറിയ പിഞ്ചുമക്കളുള്ള ഒരു ഉമ്മ, ആ ഉമ്മയുടെ ഭർത്താവ്, ആ പെണ്ണിന്റെ ഭർത്താവ് മരണപ്പെട്ടാൽ ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വേദനയായിരിക്കും? ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആ വേദനയെ ഉൾക്കൊള്ളാൻ തയ്യാറായി. നാദാ നിനക്ക് സ്തുതി എന്ന് പറയാൻ സാധിച്ചു. അല്ലേ? അള്ളാഹുവിനോടുള്ള സ്നേഹം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, തന്റെ ഭർത്താവിനോടുള്ള സ്നേഹത്തെക്കാൾ പ്രകടമാക്കിയ ആ മഹാമഹദിയായ സ്വഹാബ വനിത, അതാ യഥാർത്ഥ ഹലാവത്ത്. ആസ്വദിച്ചില്ലേ ആ സ്വഹാബ വനിത? ആസ്വദിച്ചില്ലേ? സാങ്കല്പികമാണോ? ആലങ്കാരിക പ്രയോഗം മാത്രമാണോ യഥാർത്ഥത്തിൽ ഹലാവത്ത്? അല്ലേയല്ല, അത് ആസ്വദിക്കുകയാണ്, അത് ഉൾക്കൊള്ളുകയാണ്, അത് അനുഭവിക്കുകയാണ് മഹദികളായ സ്വഹാബ വനിതകൾ. അതല്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യത്അമു അഹദുകും തുഅമൽ ഈമാൻ, ലാ യത്അമു അഹദുകും തുഅമൽ ഈമാൻ. നിങ്ങൾ ആരും ഈമാനിന്റെ മധുരം നുകരുകയില്ല. ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാനായിത്തീരുന്നത് വരെ അവന്, മിൻ വലദിഹി, അവന്റെ മക്കളെക്കാൾ, വവാലിദിഹി, അവന്റെ മാതാപിതാക്കളെക്കാൾ, വനഫ്സിഹി അല്ലതി ബൈന ജംബൈഹി, അവന്റെ സ്വന്തം ശരീരത്തെക്കാൾ, അവന്റെ സ്വന്തം ആത്മാവിനേക്കാൾ, വമിനൻ നാസി അജ്മഈൻ, ലോകത്തെ മുഴുവൻ മനുഷ്യരെക്കാളും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത് വരെ ഒരാളും ഈമാൻ നുകരുകയില്ല. ലാ യത്അമു അഹദുകും തുഅമൽ ഈമാൻ, ഈമാനിന്റെ തുഅമ് ആസ്വദിക്കുകയില്ല. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു, ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു, അറിയില്ലേ നമുക്ക് അദ്ദേഹത്തിന്റെ ചരിത്രം? മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ മക്കയിലെ ശത്രുക്കള് മുശ്രിക്കീങ്ങള് ബന്ധനസ്ഥനാക്കിക്കൊണ്ട് കൊണ്ടുപോവുകയാണ് മക്കയിലേക്ക്. ക്രൂരമായി ബന്ധിക്കപ്പെട്ടുകൊണ്ട് മക്കയിലേക്ക് മസ്ജിദുൽ ഹറമിന്റെ പരിസരത്ത്, കഅബയുടെ പരിസരത്ത് മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിലേറ്റാൻ കൊണ്ടുപോവുകയാണ്.
ഒരു വലിയ കുരിശ് നാട്ടി വെച്ചിട്ടുണ്ട്. ആ കുരിശിൽ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തറച്ചു, കയ്യിൽ ആണിയടിച്ചു, കൈകാലുകളിൽ ആണിയടിച്ചു, ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ആണിയടിച്ചു. ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നതാ ചോരധാരധാരയായി ഒഴുകുകയാണ്, രക്തം പ്രവഹിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുകയാണ്, അദ്ദേഹത്തിന്റെ പ്രയാസം വരികയാണ്, അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുകയാണ്. ആ സമയത്ത് മക്കയിലെ മുശ്രിക്കുകൾ ആ സന്ദർഭം ചൂഷണം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അല്ലയോ ഖുബൈബേ അതുഹിബ്ബു അന്ന മുഹമ്മദൻ മകാനക, ഖുബൈബേ നിന്റെ അഭിപ്രായം എന്താ? നീ ഇപ്പൊ കിടക്കുന്ന ഈ കുരിശിൽ നിന്റെ പ്രവാചകൻ മുഹമ്മദിനെ കിടത്തിയിട്ട് വഅൻത സലീമും മഅ അഹ്ലിക, നീ നിന്റെ കുടുംബത്തിന്റെ കൂടെ നല്ല സുഖത്തോടുകൂടി സന്തോഷത്തോടുകൂടി നിന്റെ ഭാര്യ സന്താനങ്ങളോടൊപ്പം നീ ജീവിക്കുന്നത് നിനക്കിഷ്ടമുണ്ടോ? അതുഹിബ്ബു, എന്താ നിന്റെ അഭിപ്രായം? അത് കേട്ടപ്പോ മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്താ? ഇല്ല വല്ലാഹ്, അല്ലാഹുവിനെ തന്നെ സത്യം, മാ ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഇന്നി ഫീ അഹ്ലി വവലദി, ഞാൻ എൻ്റെ ഭാര്യ സന്താനങ്ങളോടൊപ്പം അതേപോലെ തന്നെ ആഫിയത്തു ദുനിയാ വ നഈമിഹാ, ദുനിയാവിന്റെ ആസ്വാദനത്തിൽ ദുനിയാവിന്റെ ഹലാവത്തിൽ ജീവിക്കാൻ ഞാൻ മാറിപ്പോയിട്ട് വയുസാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിശൗക, എൻ്റെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഒരു മുള്ളു തറക്കുക, ഞാൻ സുഖമായി വീട്ടിലിരിക്കുക ഇല്ല, അതെനിക്ക് സഹിക്കാൻ സാധ്യമല്ല. എനിക്ക് ജീവിക്കണ്ട, എനിക്ക് സുഖം വേണ്ട, ദുനിയാവിന്റെ ഹലാവത്ത് വേണ്ട, എനിക്ക് ദുനിയാവിന്റെ മാധുര്യം വേണ്ട, എനിക്ക് ദുനിയാവിന്റെ ആസ്വാദനം വേണ്ട, എനിക്ക് എൻ്റെ കുടുംബ സന്താന മക്കള് വേണ്ട, എൻ്റെ ആരംഭ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുരക്ഷിതനായാൽ മാത്രം മതി. ഇതാണ് ഹലാവത്തുൽ ഈമാൻ. മരിക്കുന്ന സമയത്താണ് കേട്ടോ, ചിന്തിക്കണം. മരിക്കുന്ന സമയത്ത്, മരണം ഉറപ്പായ സമയത്ത് മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക്. അതുകൊണ്ടല്ലേ തൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടാലും തൻ്റെ ഉറക്ക് നഷ്ടപ്പെട്ടു വിടേണ്ടി വന്നാലും മഹാന്മാരായ സ്വഹാബത്ത് റബീഅത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രാത്രി മുഴുവനും റസൂലുള്ളാഹിയെ സംരക്ഷിച്ച് കാവല് കിടക്കാൻ അവർ തയ്യാറായി. അവർ ഉറങ്ങിയില്ല, അവരുടെ ഉറക്കം അവർ ഒഴിവാക്കി, അവരുടെ ആരോഗ്യം അവർ കളഞ്ഞു, അവരുടെ ആരോഗ്യത്തെ അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാൻ. അതാണ് ലാ യത്അമു തഅമൽ ഈമാൻ ഹത്താ അകൂന അഹബ്ബ ഇലൈഹി ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഉൾക്കൊള്ളാൻ സാധിക്കണം. എനിക്ക് റസൂലുള്ളാഹിനോട് വലിയ പിരിശാണ്, എനിക്ക് റസൂലുള്ളാഹിനോട് വലിയ സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് ജീവിതത്തിൽ പ്രകടിപ്പിച്ച്, അത് പ്രകടിപ്പിക്കേണ്ട മാർഗം വരുമ്പോൾ, സാഹചര്യം വരുമ്പോൾ, ജീവിതത്തിൽ കെട്ടിക്കൊടുക്കുകളും പ്രയാസങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തളരാൻ പാടില്ല. അതല്ലേ ഈമാൻ. ഒരു പ്രതിസന്ധിയിലും പതറിപ്പോകാത്ത ഈമാൻ, ആരുടെ വാക്കിലും പതറിപ്പോകാത്ത ഈമാൻ, എത്ര വലിയ കൊടുങ്കാറ്റിലും തകർന്നു പോകാത്ത ഈമാൻ, വലിയ വലിയ മലവെള്ളപ്പാച്ചിൽ വന്നാലും ഒലിച്ചു പോകാത്ത ഈമാൻ, അതുണ്ടാകണം നമുക്ക്. അതല്ലാതെ അവിടെയും കുറച്ച് ഇവിടെയും കുറച്ച് അങ്ങനെയൊന്നും പറ്റൂല. കുടുംബക്കാരെയും ബോധ്യപ്പെടുത്തണം, അല്ലേ? ആദർശ ബന്ധുക്കളെയും ബോധ്യപ്പെടുത്തണം, എല്ലാവരെയും ബോധ്യപ്പെടുത്തണം. കുടുംബക്കാരെ പണക്കാൻ പറ്റൂല, നാട്ടുകാരെ പണക്കാൻ പറ്റൂല, എന്നാലോ പള്ളിയത്തെ ആളുകളെയും പണക്കാൻ പറ്റൂല, ആദർശ ബന്ധുക്കളെയും പണക്കാൻ പറ്റൂല. ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ നീങ്ങിപ്പോകുന്ന ആളുകളില്ല. അവർക്ക് ഹലാവത്തില്ല, ഈമാനിന്റെ ഹലാവത്തില്ല. അവരിങ്ങനെ നാവ് കൊണ്ട് പറയുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഹലാവത്തുണ്ട്, എനിക്ക് റസൂലുള്ളാഹിയെ ഇഷ്ടമാണ്, എനിക്ക് അല്ലാഹനെ ഇഷ്ടമുണ്ട് എന്നിങ്ങനെ നാവ് കൊണ്ട് പറയുകയേ ചെയ്യുള്ളൂ. സാധിക്കണം. കുടുംബത്തിനെ പിരിയേണ്ടി വന്നാൽ അവിടെ പിരിയാൻ സാധിക്കണം. സലാം പറഞ്ഞ് പോരാനാണ് അവിടെ സാധിക്കുന്നതെങ്കിൽ അതിന് സാധിക്കണം, അത് ചെയ്യാൻ തയ്യാറാവണം. എന്ന് പറഞ്ഞാൽ കുടുംബക്കാരെ ദുനിയാവിൽ മുഴുവനായി ഒഴിവാക്കണം എന്നല്ല, അതൊന്നും ദീനു പഠിപ്പിക്കുന്നില്ല. അവരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഒരു കാരണവശാലും ബന്ധപ്പെടാൻ പാടില്ല, ഒരു കാരണവശാലും ബന്ധപ്പെടാൻ പാടില്ല. എന്താ എന്നെ പറ്റി വിചാരിക്കാം,
ഞാൻ അവിടെ പോയിട്ടില്ലെങ്കിൽ എന്നെ പറ്റി എന്താ അവര് കുടുംബക്കാരെന്താ വിചാരിക്കുക എന്ന് പറഞ്ഞിട്ടും ദീനീപരമല്ലാത്ത ആചാരങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും ചെന്ന് അവിടെ സഹകരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, ഒരു മടിയില്ലാത്ത ആളുകൾ, ഒരു മനസാക്ഷി കുത്തില്ലാത്ത അവിടെ പോയി ചെന്നിരുന്നു കൊടുക്കുന്ന ആളുകൾ, അവർക്കില്ല ത്വഅമുൽ ഈമാനില്ല, ഹലാവത്തുൽ ഈമാനില്ല. നേരെ മറിച്ച് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വന്തം മക്കളാണെങ്കിൽ പോലും മാതാപിതാക്കളുടെ വിഷയം പറഞ്ഞില്ലേ, ഭാര്യ ഭർത്താക്കന്മാരുടെ വിഷയം പറഞ്ഞില്ലേ, ഇനി സ്വന്തം മക്കളുടെ വിഷയത്തിലാണെങ്കിൽ പോലും മക്കൾ എന്ന് പറഞ്ഞാൽ ആരാ നമുക്ക് നമ്മുടെ മക്കൾ? ആരാ നമുക്ക് നമ്മുടെ മക്കൾ? റബ്ബനാ ഹബലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ. പടച്ചോനെ എൻ്റെ മക്കളിൽ എനിക്ക് കൺകുളിർമ നൽകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ആ മക്കൾ, നമ്മൾ പോറ്റി വളർത്തിയ നമ്മുടെ മക്കൾ, നമ്മളെ എല്ലാം കൊടുത്ത് പോറ്റി വളർത്തിയ നമ്മുടെ മക്കൾ, ചോദിച്ചതൊക്കെ വാങ്ങിക്കൊടുത്ത നമ്മുടെ മക്കൾ, ആ മക്കളെ സംബന്ധിച്ചിടത്തോളം ആ മക്കളോടുള്ള സ്നേഹം അള്ളാഹുവിന്റെ കോപം പിടിച്ചു വാങ്ങാൻ കാരണമാകരുത്. ആ മക്കളോടുള്ള സ്നേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ എതിര് പ്രവർത്തിക്കാൻ കാരണമാകരുത്. മഹദി അസ്മാ റളിയല്ലാഹു അൻഹാ, ആരാ അസ്മാ റളിയല്ലാഹു അൻഹാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് അസ്മാ റളിയല്ലാഹു അൻഹാ. 80 വയസ്സ് കഴിഞ്ഞു, പടുവൃദ്ധയായി, പടുക്കളവിയായി, ഒരു മകന്റെ താങ്ങിലും തണലിലും ഒരു മകന്റെ ശുശ്രൂഷയിലും കഴിയേണ്ട പ്രായമാണ്. മക്കളുടെ ശുശ്രൂഷയിലും താങ്ങിലും തണലിലും കഴിയേണ്ട പ്രായമാണ്. ആ സമയത്താണ് തന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഉമ്മയുടെ അടുക്കിലേക്ക് വരികയാണ്. ഉമ്മ, ഹജ്ജാജ് എന്ന കൊടും അക്രമിയുടെ സൈന്യം മക്കയെ ആക്രമിക്കാൻ വരുന്നുണ്ട്. കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഉമ്മ എനിക്ക് സാധിക്കൂല ഉമ്മ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു നോക്കെങ്കിലും കണ്ടവനാണ് ഞാൻ. അതുകൊണ്ട് മക്കയെ ഉപരോധിക്കുന്നവരെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ എനിക്ക് സാധിക്കൂല ഉമ്മ. എനിക്ക് അനുവാദം തന്നാലും ഞാൻ യുദ്ധത്തിന് പോവുകയാണ്, മടങ്ങി വരുമോ എന്നറിയില്ല ഉമ്മ. ആ ഉമ്മ ധൈര്യം കൊടുക്കുകയാണ്. മോനെ, ധൈര്യമായി നീ പൊയ്ക്കോ, ഉമ്മയെക്കുറിച്ച് നീ ബേജാറാകണ്ട, ഉമ്മയെക്കുറിച്ച് നീ വേദനിക്കണ്ട മോനെ. മകന്റെ മറുപടി, അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഉമ്മ എനിക്കൊരു പേടിയുമില്ല ഉമ്മ, അള്ളാന്റെ മാർഗത്തിൽ ഷഹീദാവാൻ പേടിയില്ല ഉമ്മ. പക്ഷേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിന്റെ ഓരോരോ അവയവങ്ങള് വെട്ടിമുറിച്ചു മാറ്റി എൻ്റെ ശരീരത്തെ വികൃതമാക്കുമോ എന്ന് ഞാൻ പേടിക്കുന്ന ഉമ്മ. എൻ്റെ ശരീരം, എൻ്റെ മയ്യത്ത് അവസാനമായി ഒരു നോക്ക് കാണുവാൻ ഉമ്മ നിങ്ങൾക്ക് സാധിക്കുകയില്ലല്ലോ എന്ന ബേജാറ്, അത് മാത്രമാണ് ഉമ്മ എനിക്കുള്ളത്. ആ ഉമ്മയുടെ മറുപടി എന്താ? മോനെ, നീ ബേജാറാകണ്ട മോനെ. ഒരു ആട്, ആ ആടിനെ അറുത്ത് കഴിഞ്ഞ് അതിന്റെ തൊലി ഉരിഞ്ഞാൽ അതിന് വല്ല വേദനയുമുണ്ട് മോനെ, അതിന് വല്ല പ്രയാസവുമുണ്ട് മോനെ. അതുപോലെ തന്നെയാണ് മോനെ നിന്റെ ജീവിതം. നിന്നെ കൊന്നു കഴിഞ്ഞ്, നിന്നെ വധിച്ചു കഴിഞ്ഞ് നിന്റെ ശരീരത്തിലെ അവയവങ്ങൾ ഭംഗിച്ചാൽ നീ എന്തിന് ബേജാറാകണം, നീ എന്തിന് പേടിക്കണം? ധൈര്യമായി പോ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ ദീനിന് വേണ്ടി അടരാടാൻ, ദീനിന് വേണ്ടി പോരാടാൻ മഹദി അസ്മാ റളിയല്ലാഹു അൻഹാ ഒരു മകന്റെ താങ്ങും തണലും കിട്ടേണ്ട പ്രായത്തിലും ഒരു മകന്റെ ശുശ്രൂഷ കിട്ടേണ്ട പ്രായത്തിലും വിടുകയാണ്, പറഞ്ഞയക്കുകയാണ്. ഉമ്മയെ ഓർത്തു ബേജാറാകണ്ട. യുദ്ധം നടന്നു. യുദ്ധത്തിൽ ആ ഉമ്മയും മകനും പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. അദ്ദേഹം ഷഹീദായി ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ കൊത്തിമുറിച്ചു മാറ്റി, ശിരസ് വെട്ടി മാറ്റി, അദ്ദേഹത്തിന്റെ ബാക്കി ഉടലു മാത്രം ഒരു കുരിശിൽ നാട്ടി അവർ തെറച്ചു. അത് കാണാൻ വേണ്ടി തൻ്റെ മകന്റെ ചേതനയറ്റ, തൻ്റെ മകന്റെ അവസാനത്തെ ആ ഒരു നോക്ക് കാണാൻ, തൻ്റെ മകന്റെ മയ്യത്തിന്റെ ഒരു കഷ്ണമെങ്കിലും കാണാൻ വേണ്ടി മഹാൻ മഹദിയായ ആ അസ്മാ റളിയല്ലാഹു അൻഹാ വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് തൻ്റെ മുതുക് താഴ്ത്തി പിടിച്ചുകൊണ്ട്, അല്ലേ കുനിഞ്ഞ് ആരോഗ്യം ക്ഷയിച്ച ആ അവസരത്തിലും തൻ്റെ മകന്റെ അവസാനത്തെ കഷ്ണമെങ്കിലും ആ മയ്യത്തെങ്കിലും കാണാൻ ആ മഹദി ആ കുരിശിന്റെ സമീപത്തേക്ക് വരികയാണ്. അത് കണ്ടപ്പോ നെഞ്ചത്തടിച്ച് കരഞ്ഞില്ല, മാറത്തടിച്ച് പൊട്ടിക്കരഞ്ഞില്ല ആ ഉമ്മ. നേരെ മറിച്ച് ആ ഉമ്മയുടെ ചുണ്ടുകളിൽ നിന്ന് ഉതിർന്നു വന്നത് ഒരേ ഒരു വാക്ക് മാത്രമാണ്.
സന്തോഷമാണ്. അൽഹംദുലില്ലാഹ്, ഒരു മകന്റെ ഷഹീദായ ഒരു മകന്റെ ഉമ്മയാകാൻ പടച്ചോനെ എനിക്ക് തൗഫീഖ് കിട്ടിയല്ലോ, അൽഹംദുലില്ലാഹ്. ഇതാ അള്ളാഹിനോടുള്ള പിരിശം. ബദർ രണാങ്കണത്തിന്റെ സമയത്ത്, ബദർ യുദ്ധത്തിന് വേണ്ടി അണിനിരന്ന സമയത്ത് പ്രതീക്ഷിക്കാതെ യുദ്ധത്തിലേക്ക് എത്തിപ്പെട്ടതാണ് സ്വഹാബത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും. ആയുധങ്ങളില്ല, കോപ്പുകളില്ല, ഒന്നുമില്ല, ആൾബലമില്ല, ഒന്നുമില്ലാത്ത ആ അവസരത്തിൽ അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിച്ചു, എന്താ സ്വഹാബത്തെ നമ്മൾ ചെയ്യാ? നിങ്ങളുടെ അഭിപ്രായം എന്താ? യുദ്ധം ചെയ്യണോ, മടങ്ങിപ്പോകണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അൻസ്വാരികളിൽ നിന്ന് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ധീരമായി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇല്ല റസൂലേ, മടക്കമില്ല. അള്ളാന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുക, ഷഹീദാവുക, അതാണ് ഏറ്റവും നല്ലത് റസൂലേ. ഞങ്ങൾ തയ്യാറാണ് റസൂലേ, ഞങ്ങൾ സന്നദ്ധരാണ് റസൂലേ. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, ഇദാ ഹലാവത്തുൽ ഈമാൻ, അത് ജീവിതത്തിൽ കിട്ടണം, ജീവിതത്തിൽ കിട്ടണം. അല്ലയും റസൂലും എന്തിനേക്കാളേറെ അല്ലയും റസൂലും മഹ്ബൂബാകണം, പ്രിയപ്പെട്ടതാകണം, പിരിശമുള്ളതാകണം. എങ്കിലേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിതത്തിൽ ഹലാവത്ത് കിട്ടുകയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം, ആരെക്കാളും ഉപരി സ്നേഹിക്കണം എന്ന് നമ്മൾ ഒരുപാട് പറഞ്ഞു. എന്തായി സ്നേഹം? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക, അള്ളാനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈമാനിന്റെ ഹലാവത്തിന്റെ അടയാളമായ ഈ ഒരു കാര്യം, സ്നേഹം, അത് നമുക്ക് കിട്ടാൻ എങ്ങനെയാ? അല്ല പറഞ്ഞതനുസരിക്കുക, അതിന്റെ അള്ളാഹ്ക്കുള്ള സ്നേഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിക്കുക. ആര് എതിര് പറഞ്ഞാലും, ആര് എതിര് നിന്നാലും അള്ളാന്റെ റസൂലിന്റെ വാക്കിന് മുൻഗണന കൊടുക്കുക. ആരെപ്പോലെ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മുത്തബിഉസ് സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വഹാബി, സുന്നത്തിനെ ഇത്രമാത്രം അനുധാവനം ചെയ്യുന്ന സ്വഹാബി, സുന്നത്തിനെ ധാരാളമായി പിൻപറ്റുന്ന സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സ്വഹീഹ് മുസ്ലിമിന്റെ 400 കഴിഞ്ഞുള്ള ഹദീസ് നമ്പറുകളിൽ നോക്കിയാൽ നമുക്ക് ആ ഹദീസ് കാണാം. സ്വഹീഹായ ഹദീസ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അള്ളാഹുവിന്റെ ദാസികളായ പെണ്ണുങ്ങളെ, സ്ത്രീകളെ പള്ളികളെ തൊട്ട് തടയരുത്. പെണ്ണുങ്ങൾ പള്ളിയിൽ വരണം, അവരെ നമസ്കരിക്കണം, പള്ളിയിൽ വരണം. ഒരു മുഅ്മിനിന്റെ ഖുർആൻ കഴിഞ്ഞ ഹദീസ് ബുഖാരിയല്ലേ അവൻ ഏറ്റവും പ്രധാനപ്പെട്ടത്. ബുഖാരി കഴിഞ്ഞാൽ പിന്നെ മുസ്ലിമിൽ തെറ്റുണ്ട് എന്നൊരു മുസ്ലിമിലും അംഗീകരിക്കുന്നില്ല, ഒരു മുസ്ലിമും വിശ്വസിക്കുന്നില്ല, ഒരു മുഅ്മിനും വിശ്വസിക്കുന്നില്ല. ആ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ച ഹദീസാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അള്ളാഹുവിന്റെ ദാസികളായ, അള്ളാഹുവിന്റെ അടിമകളായ പെണ്ണുങ്ങൾ, സ്ത്രീകൾ പള്ളിയിൽ വന്ന് നമസ്കരിക്കുമ്പോൾ അതിനെ തടയരുത്, അതിനെ തടയാൻ നീ ആളാവരുത്, അതിനെ തടയാൻ നീ ശ്രമിക്കരുത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹദീസ് പറഞ്ഞു. അപ്പ വന്നു അദ്ദേഹത്തിന്റെ മകൻ, ആര്? ബിലാൽ എന്ന മകൻ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല. ആര്? ബിലാൽ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ മകനാണ് ബിലാൽ. ബിലാൽ വന്നിട്ട് പറഞ്ഞു, വാപ്പാ, യാ ബതീം വല്ലാഹി ലനംനഉഹുന്ന, ഉപ്പ, ഇല്ല, നിങ്ങൾ എന്തു പറഞ്ഞാലും പെണ്ണുങ്ങൾ പള്ളി വന്നാൽ ഞങ്ങൾ സമ്മതിക്കൂല, ഞങ്ങൾ അത് തടയും. അവർ വന്ന ഫിത്നയാണ്, അവർ വരണ്ട, അവർ വന്നാൽ ഞങ്ങൾ തടയും ഉപ്പ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കോപിച്ചു, ശക്തമായി കോപിച്ചു, അങ്ങേയറ്റം അദ്ദേഹം ദേഷ്യപ്പെട്ടു. ഫസബ്ബഹു സബ്ബൻ സയ്യിആ, തന്റെ മകനെ ശകാരിച്ചു, ചീത്ത വിളിച്ചു. ബദറബ ഫീ സദ്രിഹി, തന്റെ മകൻ ബിലാലിന്റെ നെഞ്ചു നോക്കി ഒരു അടി കൊടുത്തു. വഖാല, എന്നിട്ട് പറഞ്ഞു, മോനെ, ഉഹദ്ദിസുക അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഹദീസ് പറയാ, അപ്പൊ നീ ഇല്ല എന്ന് നീ പറയുകയോ, പറ്റൂല എന്ന് നീ പറയുകയോ, നീ എന്റെ മകനല്ല എന്ന് പറഞ്ഞ് ആ മകനെ തല്ലുകയും ആ മകനെ ശകാരിക്കുകയും ആ മകന്റെ നെഞ്ചത്തടിക്കുകയും ചെയ്ത മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അതാ തഅമുൽ ഈമാൻ, അതാ ഹലാവത്തുൽ ഈമാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന് എതിര് നിന്നാൽ,
റസൂലുള്ള പറഞ്ഞ ഒരു ഹദീസ് അതാരെ എതിര് നിന്നാലും ഇല്ല, പോയി പണി നോക്കും, എനിക്ക് എൻ്റെ റസൂലിന്റെ ഹദീസാണ് പ്രധാനം. ഇതാ ഒരു മുഅ്മിനിന്റെ ഹലാവത്തുൽ ഈമാൻ. ഇതാണ് ഒരു മുഅ്മിനിന്റെ അവന്റെ ഹൃദയത്തിൽ കിട്ടുന്ന ത്വഅമുൽ ഈമാൻ. അങ്ങനെയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ. അതല്ലാതെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് റസൂലുള്ളാഹിയോട് വലിയ പിരിശാണ് എന്ന് പറഞ്ഞ് അങ്ങനെ സ്നേഹം എന്ന് പറഞ്ഞ് പാട്ടുപാടി നടക്കല്ല. പിന്നെന്താ റസൂലുള്ളാഹിയോടുള്ള സ്നേഹം? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ സംരക്ഷിക്കാൻ വേണ്ടി തൻ്റെ സ്വന്തം മകനെ അടിച്ച ആ ഒരു അടി, അതാണ് റസൂലുള്ളാഹിയോടുള്ള സ്നേഹം, അല്ലേ? സ്വഹാബാവനിതുകളും സ്വഹാബികളും അങ്ങനെ തന്നെയാണ്. മഹദി ഖൻസാ റളിയല്ലാഹു അൻഹാ ഹലാവത്തുൽ ഈമാൻ അദ്ദേഹം അവരുടെ ഹൃദയത്തിൽ കിട്ടുന്നതിന് മുമ്പ്, മുസ്ലിമാകുന്നതിന് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിലെ അറബികളിൽ വലിയ കവയത്രിയായിരുന്നു, വലിയ പ്രസിദ്ധയായ ഒരു കവയത്രിയായ ഖൻസാ റളിയല്ലാഹു അൻഹാ അന്ന് മുസ്ലിമായിട്ടില്ല. അവരുടെ ഒരു സഹോദരൻ സുഹർ എന്ന സഹോദരൻ മരണപ്പെട്ടു. അതിൻ്റെ പേരിൽ ഒരുപാട് കാലം കവിതകളിലൂടെ തൻ്റെ സഹോദരൻ്റെ അനുശോചന കാവ്യം രേഖപ്പെടുത്തി. തൻ്റെ സഹോദരനെ പറ്റി കാലാകാലം അന്ന് വരെ കവിത രചിച്ചു. വേറെ ഒരു വിഷയത്തിലും കവിത എഴുതിയിട്ടില്ല. തൻ്റെ സഹോദരനെ പറ്റി മാത്രം, തൻ്റെ സഹോദരന്റെ അനുശോചന കുറിപ്പ് മാത്രം ആ കവിതയിൽ ആ ഖൻസാ റളിയല്ലാഹു അൻഹാ അവർക്ക് ഹലാവത്തുൽ ഈമാൻ കിട്ടി, ഈമാനിന്റെ മാധുര്യം കിട്ടി, ത്വഅമുൽ ഈമാൻ കിട്ടി, ഈമാനിന്റെ എന്റർടൈൻമെന്റ് കിട്ടി. അത് കിട്ടിയതിന് ശേഷം അവർക്കുണ്ടായ 4 ആൺമക്കൾ ഖാദിസിയ യുദ്ധരണാങ്കണത്തിൽ ആ 4 ആൺമക്കളും ഷഹീദായി മരണപ്പെട്ടിട്ട് അവരുടെ നാവിൽ നിന്ന് ഒരേ ഒരു വാക്ക് മാത്രമേ വന്നുള്ളൂ, അൽഹംദുലില്ലാഹില്ലദീ ശറഫനി ബിഖത്ലിഹിം വഅർജു അൻ യജ്മഅനി ബിഹിം ഫീ മുസ്തഖർ റഹ്മതിഹി. അൽഹംദുലില്ലാഹില്ലദീ ശറഫനി ബിഖത്ലിഹിം. എൻ്റെ മക്കൾ 4 മക്കള് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞതിലൂടെ, അതിലൂടെ എന്നെ ആദരിച്ച നാഥാ നിനക്ക് സ്തുതി. തീർന്നു, അനുശോചനക്കുറിപ്പ് തീർന്നു. ഒരേ ഒരു വാക്കിൽ മാത്രം തൻ്റെ സഹോദരനെ പറ്റി ജീവിതകാലം മുഴുവനും അത്രയും സമയം ആ ഈമാനിന്റെ മാധുര്യം കിട്ടുന്നത് വരെ കവിതകൾ രചിച്ച ആ മഹദി പിന്നെ തൻ്റെ 4 ആൺമക്കൾ മരിച്ചപ്പോൾ ഒരേ ഒരു വാക്ക്, അൽഹംദുലില്ലാ നാഥാ നിനക്ക് സ്തുതി. 4 ആൺമക്കളുടെ ഷഹീദായ 4 ആൺമക്കളുടെ ഉമ്മയായല്ലോ ഞാൻ, അൽഹംദുലില്ലാ. ഇതാ ത്വഅമുൽ ഈമാൻ, ഇതാണ് ഹലാവത്തുൽ ഈമാൻ. മുഅ്മിനീങ്ങളെ, ഒരുപാട് വിശാലമായ വിഷയമാണ്. ജീവിതത്തിൽ മാതാപിതാക്കൾ, അവരെക്കാൾ മക്കൾ, അതേപോലെ തന്നെ തൻ്റെ കുടുംബക്കാർ, തൻ്റെ നാട്ടുകാർ, എല്ലാറ്റിനേക്കാളും തൻ്റെ സമ്പത്തിനേക്കാൾ അല്ലേ അള്ളാഹിനെ സ്നേഹിക്കണം, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. സുഹൈബ് റളിയല്ലാഹു അൻഹു അല്ലേ, സുഹൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ആരായിരുന്നു? മക്കയിലെ വലിയ പ്രമാണിയായിരുന്നു, വലിയ ധനാഢ്യനായിരുന്നു, വലിയ ധനികനായിരുന്നു. അദ്ദേഹം മുസ്ലിമാവുകയാണ്, മദീനത്തേക്ക് ഹിജറ പോകാൻ തുടങ്ങുകയാണ്. അന്ന് റസൂലും സ്വഹാബത്തും മക്കത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് മദീനത്താണ് റസൂലും സ്വഹാബത്തും, ഇദ്ദേഹം മക്കത്താണ്. സുഹൈബ് റളിയല്ലാഹു അൻഹു മക്കത്താണ്. അതുവരെ അദ്ദേഹം മുസ്ലിമായിട്ടില്ല. വലിയ പ്രമാണിയാണ്, വലിയ ധനികനാണ്. അദ്ദേഹം മക്കത്ത് ജനിച്ച ആളല്ല, പുറം നാട്ട് വന്ന് മക്കത്ത് കുടിയേറി പാർത്ത് മക്കത്ത് നിന്നാണ് പൈസ ഉണ്ടാക്കിയത്. മക്ക വിട്ട് മദീനത്തേക്ക് ഹിജറ പോകാൻ തുടങ്ങുമ്പോൾ വന്നു മക്കയിലെ മുശ്രിക്കുകൾ, സുഹൈബേ ഇല്ല, നിന്നെ വിടൂല, നിന്റെ നാട് ഇതല്ലാഞ്ഞിട്ട് പോലും നിന്നെ ഈ നാട്ടുകാരായ ഞങ്ങൾ സ്വീകരിച്ചു, ഈ നാട്ടിൽ കച്ചവടം ചെയ്യാൻ ഞങ്ങൾ സൗകര്യമൊരുക്കി തന്നു, ഈ നാട്ടിൽ നീ കച്ചവടം ചെയ്ത് ധനാഢ്യനായി, ഈ നാട്ടിൽ നിന്ന് കച്ചവടം ചെയ്ത് ധനവുമായി മദീനത്തേക്ക് പോകാൻ സുഹൈബേ നിന്നെ സമ്മതിക്കൂല. സുഹൈബ് റളിയല്ലാഹു അൻഹു കൂളായി സമാധാനത്തോടു കൂടി അവരോട് പറഞ്ഞു, എനിക്ക് മദീനത്തേക്ക് പോകാൻ തടസ്സം എൻ്റെ സമ്പത്താണെങ്കിൽ, എൻ്റെ ധനമാണെങ്കിൽ ഇതാ പിടിച്ചോ, ഒരു നയാ പൈസ പോലും എനിക്ക് വേണ്ട, സർവ്വതും അവിടെ കൊടുത്തിട്ട് കയ്യും വീശി മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക്, സ്വഹാബത്തിന്റെ അടുക്കലേക്ക് മദീനത്തേക്ക് വന്നു. ഇത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താണെന്ന് അറിയുമോ? റബിഹ സുഹൈബ്, റബിഹ സുഹൈബ്. സുഹൈബ് ഏറ്റവും വലിയ ലാഭകരമായ ഒരു പ്രവൃത്തിയാണ് ചെയ്തത്. സമ്പത്തിന്റെ വിഷയത്തിൽ അള്ളാഹിനെ സ്നേഹിച്ചു. സാധിക്കുമോ? പരിശുദ്ധ റമളാൻ മാസം
പരിശുദ്ധ റമളാൻ മാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അജ്വദു മിനൽ ഖൈരി മിനർ റീഹിൽ അജ്വദു ബിൽ ഖൈരി മിനർ റീഹിൽ മുർസല, ആഞ്ഞടിച്ച് വീശുന്ന കൊടുങ്കാറ്റിനേക്കാൾ വേഗതയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഔദാര്യവാനായിരുന്നു, സദഖ ചെയ്യുന്നവനായിരുന്നു. എപ്പോ? റമളാൻ മാസത്തിൽ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അല്ലേ, നമ്മളോ റമളാനിന്റെ 1 മുതൽ തുടങ്ങിയതാണ് പിരിവ്, അല്ലേ, എല്ലാ ദിവസവും പിരിവ്. ഇതെന്തൊരു പിരിവാണ് നമ്മൾ പറയാറുണ്ട്. തീർന്നു പോകുമോ എന്ന പേടിയാ നമുക്ക്. എല്ലാം തീർത്ത് എല്ലാം കൊടുത്തിട്ട് അവരൊക്കെ മക്ക വിട്ട് മദീനത്തേക്ക് പോയത്. അതൊക്കെ ആലോചിക്കണം ജീവിതത്തിൽ, അതൊക്കെ ജീവിതത്തിൽ ചിന്തിക്കണം. അതാണ് ത്വഅമുൽ ഈമാൻ, അതാണ് ഹലാവത്തുൽ ഈമാൻ, അല്ലേ. മഹാനായ ഒരു സ്വഹാബി, മഹാനായ ബദരീങ്ങളായ ഒരു സ്വഹാബി ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 5-6 ദിവസം കൂടി കഴിഞ്ഞാൽ ബദറിന്റെ സ്മരണകൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എത്തുന്ന ദിവസങ്ങളല്ലേ. ബദറിന്റെ ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തില്ലേ. ബദരീങ്ങളായ സ്വഹാബികളെ നമ്മൾ ഓർക്കൂലേ? അവർ വെട്ടിത്തെളിയിച്ച പാതയിലൂടെ നമ്മളും ചലിക്കൂലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യൂലേ? പടച്ചവനെ, അവര് എന്തൊരു ദീനിന് വേണ്ടിയാണോ, എന്തൊരു ആവശ്യത്തിന് വേണ്ടിയാണോ പടക്കളത്തിൽ ഇറങ്ങി യുദ്ധം ചെയ്തത്, ആ ആവശ്യത്തിൽ തന്നെ ഈ ലോകത്തോട് വിട പറയാൻ, ആ ആവശ്യത്തിലായിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചു മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ. പ്രാർത്ഥിക്കാറില്ലേ നമ്മൾ? ബദരീങ്ങളായ ഒരു സ്വഹാബിയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധം ചെയ്യുകയാണ് ബദറിന്റെ രണാങ്കണത്തിൽ. യുദ്ധത്തിൽ ശക്തമായി യുദ്ധം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ വലത് കൈ നോക്കി, വലത് കൈയിന്റെ ഷോൾഡറിൽ, തോളിൽ ഒരു ശത്രു വന്നുകൊണ്ട് ആഞ്ഞു വെട്ടുകയാണ്. മഹാനായ ആ സ്വഹാബിയുടെ കയ്യിൽ നിന്നും തോളിൽ നിന്നും കയ്യ് ഊർന്നു വീഴുകയാണ്. ഇരക്തി ശരീരത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ കയ്യ് ഊർന്നു വീഴുകയാണ്. മാംസം വേർപെട്ടു പോയി, എല്ല് വേർപെട്ടു പോയി. കേവലം തോലിൽ മാത്രം തൂങ്ങിയാടുന്ന ആ കയ്യുമായി കൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ അതൊരു ഭാരമാണെന്ന് തോന്നുകയാണ്. തനിക്ക് യുദ്ധം ചെയ്യാൻ ഈ തൂങ്ങിയാടുന്ന കയ്യൊരു ഭാരമാണെന്ന് മഹാനായ ബദരീങ്ങളായ ആ സ്വഹാബി തിരിച്ചറിഞ്ഞപ്പോ ഗമസഹു യദഹു ഫിൽ അദ്വി ഹസിറാ فنزع درعا كانت عليه. ആ തൂങ്ങിയാടുന്ന കയ്യ് തനിക്ക് ഉപദ്രവമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ തന്റെ തൂങ്ങിയാടുന്ന കയ്യ് തന്റെ കാലിന്റെ മുട്ടിലേക്ക് തിരികെ വെച്ച് ഒരൊറ്റ വലിയാണ്. അത് പറിച്ച് കളഞ്ഞുകൊണ്ട് മറുകൈ കൊണ്ട് ധീരമായി യുദ്ധം ചെയ്ത മഹാനായ ബദരീങ്ങളായ സ്വഹാബി, ശരീരത്തിൽ തന്റെ അവയവങ്ങളെക്കാൾ, തന്റെ ജീവനേക്കാൾ അള്ളാഹ്ക്ക് വില കൽപ്പിച്ച സ്വഹാബത്ത്, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വില കൽപ്പിച്ച സ്വഹാബത്ത്, ദീനിന് വേണ്ടി വില കൽപ്പിച്ച സ്വഹാബത്ത്, അത് തന്നെയാണ് മുഅ്മിനീങ്ങളെ ഏറ്റവും വലിയ ത്വഅമുൽ ഈമാൻ. അത് തന്നെയാണ് മുഅ്മിനീങ്ങളെ ഏറ്റവും വലിയ ഹലാവത്തുൽ ഈമാൻ. അപ്പോൾ ഒന്നാമത്തെ വിഷയമാണ് നമ്മൾ പറഞ്ഞത്. സലാസുൻ, 3 കാര്യങ്ങൾ. മൻ കുന്ന ഫീഹി, ഒരുത്തനിൽ ആ 3 കാര്യങ്ങൾ സമ്മേളിച്ചാൽ വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ, ആ മനുഷ്യന് ഈമാനിന്റെ ഹലാവത്ത് കിട്ടും. ഒന്നാമത്തെ കാര്യം അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിനല്ലാഹി, അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മറ്റെന്തിനേക്കാളേറെ സ്നേഹിക്കാം. ജീവിതത്തിൽ സ്വഹാബത്ത് ഓരോരോ വിഷയത്തിൽ സ്നേഹിച്ച സ്നേഹത്തിന്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. വെറുതെ സ്വർഗത്ത് പോകുന്നൊന്നും വിചാരിക്കണ്ട, അല്ലേ. തൊപ്പിയും താടിയും തലപ്പാവും വസ്ത്രവും വെച്ച് അങ്ങനെ സ്വർഗത്തിലേക്ക് വെറുതെ പോകുന്നൊന്നും വിചാരിക്കണ്ട. ഇത്തരത്തിലുള്ള കഷ്ടപ്പാടുകൾ സ്വഹാബത്ത് അനുഭവിച്ചതിൻ്റെ 1% നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ആലോചിക്കും മുഅ്മിനേ, ആലോചിക്കും പ്രിയപ്പെട്ട മുസ്ലിമേ. രണ്ടാമതായി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹലാവത്ത് കിട്ടാനുള്ള മാർഗം പഠിപ്പിക്കുകയാണ്. വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. വഅൻ യുഹിബ്ബൽ മർഅ, ഒരു മനുഷ്യനെ സ്നേഹിക്കുക, ഒരുത്തനെ സ്നേഹിക്കുക. തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നതാകട്ടെ, തൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതാകട്ടെ, തൻ്റെ കുടുംബക്കാരനെ സ്നേഹിക്കുന്നതാകട്ടെ, തൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതാകട്ടെ, ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്,
ആർക്ക് വേണ്ടിയാ സ്നേഹിക്കുന്നത്? അള്ളാഹ്ക്ക് വേണ്ടിയാ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നത്, അള്ളാഹ്ക്ക് വേണ്ടിയാ തൻ്റെ മക്കളെ സ്നേഹിക്കുന്നത്. നീ ആരെ സ്നേഹിക്കുകയാണെങ്കിലും അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, എങ്കിലേ നിനക്ക് വജദ ബിഹിന്ന ഹലാവതൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം കിട്ടുകയുള്ളൂ. സാലിം മൗലാ അബീ ഹുദൈഫ റളിയല്ലാഹു അൻഹുമാ, ആ രണ്ട് സ്വഹാബികളുടെ ചരിത്രമറിയില്ലേ? പരസ്പരം കൂട്ടുകാരായ സ്വഹാബികൾ. എന്ത് വിഷയത്തിലാ അവര് കൂട്ടുകാരായത്? ഏത് വിഷയത്തിലാ അവര് പരസ്പരം സ്നേഹിച്ചത്? ഫില്ലാ, അള്ളാഹുവിന്റെ വിഷയത്തിലാ അവര് സ്നേഹിച്ചത്. സാലിം റളിയല്ലാഹു അൻഹു അടിമയാണ്, അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉടമയാണ്, അഥവാ യജമാനനാണ്, വിലക്ക് വാങ്ങിയതാണ് അടിമയെ, സാലിം എന്ന അടിമയെ. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് തുടങ്ങിയപ്പോ രണ്ടാളും ഒരുമിച്ച് വിശ്വസിക്കുകയാണ്, രണ്ടാളും ഒരുമിച്ച് മുഅ്മിനാവുകയാണ്, യജമാനനും അടിമയും ഒരുമിച്ച് മുഅ്മിനാവുകയാണ്. ആ സമയം മുതൽ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് സാലിം റളിയല്ലാഹു അൻഹു അടിമയല്ല, തൻ്റെ തൊഴിലാളിയല്ല, നേരെ മറിച്ച് തൻ്റെ കൂട്ടുകാരനാണ്, തൻ്റെ ആദർശ കൂട്ടുകാരനാണ്, തൻ്റെ ആദർശ ബന്ധുവാണ്. അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചു, അടിമത്വത്തിൻ്റെ ചങ്ങലയിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിച്ചു എന്ന് മാത്രമല്ല, തൻ്റെ കൂട്ടുകാരനാക്കി എന്ന് മാത്രമല്ല, തൻ്റെ സമ്പത്തിൻ്റെ പകുതി കൊടുത്തു. സാലിം എന്ന് പറയുന്ന തൻ്റെ അടിമക്ക് മഹാനായ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു തൻ്റെ സമ്പത്തിൻ്റെ പകുതി കൊടുത്തു. താൻ വസ്ത്രം കൊടുത്താൽ അദ്ദേഹത്തിന് വസ്ത്രം കൊടുത്തു, താൻ ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു. എല്ലാ നിലക്കും പങ്കാളിയാക്കി, എല്ലാ നിലക്കും തൻ്റെ ജീവിതത്തിൽ തൻ്റെ സമ്പത്തിന് പങ്കാളിയാക്കി മഹാനായ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു. അങ്ങനെ ജീവിതത്തിൽ അള്ളാഹുവിനും വേണ്ടി സ്നേഹിച്ച രണ്ട് സ്വഹാബികള് സാലിം, അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുമാ. കാലങ്ങൾ കടന്നുപോയി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിൽ അവർ യുദ്ധം ചെയ്യുകയാണ്. രണ്ടാളും യുദ്ധത്തിനുണ്ട്, രണ്ടാളും ഒരുമിച്ച് ധീരമായി യുദ്ധം ചെയ്യുകയാണ്. അങ്ങനെ യഥാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം കഴിഞ്ഞ് ആ യുദ്ധക്കളം അങ്ങനെ പരതുമ്പോ ആർക്കൊക്കെയാണ് വെട്ടേറ്റത്, ആർക്കൊക്കെയാണ് മുറിവ് ബാധിച്ചത്, ആരൊക്കെയാണ് ഷഹീദായത് എന്നങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു കഴുത്തറ്റു പോകാറായ നിലയിൽ ആ രണാങ്കണത്തിൽ, ആ യുദ്ധക്കളത്തിൽ കിടക്കുകയാണ്. അത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചു. എന്താണ് അദ്ദേഹത്തിന് ആവശ്യമെന്ന് ചോദിച്ചു. അവസാനമായി കുടിക്കാൻ വെള്ളം വേണമെന്നോ ചോദിച്ചു. എന്ത് ചോദിച്ചാലും അദ്ദേഹത്തിന്റെ മറുപടി എവിടെ അയിന സ്വദീഖി സാലിം, എവിടെ എൻ്റെ കൂട്ടുകാരൻ സാലിം, എവിടെ എൻ്റെ കൂട്ടുകാരൻ സാലിം എവിടെ? നോക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാലിം എന്ന് പറയുന്ന അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരനെ തെരഞ്ഞു പോയി. നോക്കുമ്പോൾ സാലിം റളിയല്ലാഹു അൻഹുവും വെട്ടേറ്റ് പടഞ്ഞ് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നു. അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് അവസാനമായ ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ റസൂലേ, എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ, എൻ്റെ സ്വദീഖിൻ്റെ കൂടെ എന്നെ കടത്തണം, അവൻ്റെ തൊട്ടടുത്ത് എന്നെ കടത്തി ഒരുമിച്ച് മരിക്കണം റസൂലേ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും ഒരുമിച്ച് കടത്തി. രണ്ടുപേരും ഒരുമിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞ വാർത്ത ഹദീസ് ഗ്രന്ഥങ്ങളിൽ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ സ്വർണ്ണലിപികളാൽ, തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുഅ്മിനെ, എന്ത് വിഷയത്തിലാ അവർ സ്നേഹിച്ചത്? അള്ളാന്റെ വിഷയത്തിൽ സ്നേഹിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 വിഭാഗം ആളുകളെ പറ്റി പറഞ്ഞില്ലേ? ഒരു തണലും ലഭിക്കാത്ത നേരത്ത് സൂര്യൻ ഒരു ചാൺതലക്ക് മുകളിൽ കത്തിച്ചൊലിച്ച് നിൽക്കുമ്പോ മനുഷ്യന്റെ അവന്റെ ശരീരത്തിന്റെ കാരണത്താൽ ചില ആളുകൾ അവരുടെ മുട്ടുകാല് വരെ, ചില ആളുകൾ അവരുടെ വയറ് വരെ, ചില ആളുകൾ അവരുടെ കഴുത്ത് വരെ, ചില ആളുകൾ ശരീരം മുഴുവനായി വിയർപ്പിൽ മുങ്ങിക്കുളിച്ചിരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിന്റെ തണലല്ലേ നമുക്ക് കൊതി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 7 വിഭാഗം ആളുകളെ പറ്റി പഠിപ്പിച്ചപ്പോ വഖാല നബിയുൽ മുസ്തഫ അൻ സബ്അത്തിൻ യുളില്ലുഹുമുല്ലാഹുൽ കരീമു ബിളില്ലിഹി മുഹിബ്ബുൻ അഫീഫുൻ നാശിഉൻ മുതസദ്ദിഖുൻ വബാക്കിൻ മുസല്ലി വൽ ഇമാമു ബിഅദ്ലിഹി.
7 വിഭാഗം ആളുകൾക്ക് നാളെ പരലോകത്ത് അർശിന്റെ തണൽ ലഭിക്കും. അതിലൊരു വിഭാഗം റജുലാന്, 2 പുരുഷനാണ്, 2 മനുഷ്യരാണ്. തഹബ്ബാ ഫില്ലാഹ്, അവർ പരസ്പരം സ്നേഹിച്ചത് അല്ലാഹുവിന്റെ വിഷയത്തിലാണ്. വതഫറഖാ ഫില്ലാഹ്, അവർ രണ്ടുപേരും പരസ്പരം പിരിഞ്ഞത്, പരസ്പരം പിണങ്ങിയത് അല്ലാഹുവിന്റെ വിഷയത്തിലാണ്. രണ്ടാമത്തെ വിഷയം ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം കിട്ടുന്ന നുകരുന്ന രണ്ടാമത്തെ വിഷയം അയ്യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. നമ്മൾ ആരെ സ്നേഹിക്കുകയാണ് എങ്കിലും അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കണം, അള്ളാഹ്ക്ക് വേണ്ടി പിണങ്ങണം. അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ അള്ളാഹ്ക്ക് വേണ്ടി പിണങ്ങണം. അള്ളാഹ്ക്ക് വേണ്ടി മാറി നിൽക്കാനും സാധിക്കണം. അവർക്കാണ് നാളെ പരലോകത്ത് അർശിന്റെ തണൽ ലഭിക്കപ്പെടുക, ദുനിയാവിലും ആഖിറത്തിലും ഈമാനിന്റെ ഹലാവത്ത് ലഭിക്കപ്പെടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ വിഷയത്തിൽ തൻ്റെ കൂട്ടുകാരൻ അവൻ ദീനിന്റെ വിഷയത്തിൽ പുറകോട്ടാണ് എങ്കിൽ ആ വിഷയത്തിൽ അവനുമായി ചങ്ങാത്തമില്ല, അവനുമായി ബന്ധമില്ല, അവനുമായി കൂട്ടുകെട്ടില്ല. മറ്റു ദുനിയവിയായ വിഷയങ്ങളിൽ അവനുമായി ബന്ധമുണ്ട്, അവനുമായി ചങ്ങാത്തമുണ്ട്, അവനുമായി എല്ലാവിധത്തിലുള്ള സഹകരണങ്ങളുമുണ്ട്. തആവനൂ അലൽ ബിർരി വത്തഖ്വാ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. 5-ാം അധ്യായം സൂറത്തു മാഇദ 2-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, അല്ലാഹുവിന്റെ വിഷയത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കണം. തിന്മയുടെയും തോന്നിവാസത്തിന്റെയും വിഷയത്തിൽ പരസ്പരം സഹകരണം വേണ്ട. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് തിന്മക്ക് പരസ്പരം സഹകരിക്കണ്ട. മറ്റെന്ത് വിഷയത്തിലും നിങ്ങൾക്ക് സഹകരിക്കണം. തആവനൂ, നിങ്ങൾ സഹകരിക്കുക തന്നെ വേണം എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. 3 കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. 3 കാര്യങ്ങൾ വജദ ബിഹിന്ന, അത് 3 കാര്യങ്ങൾ ഉണ്ടായാൽ അത് മുഖേന ആ മനുഷ്യന് ഹലാവത്തുൽ ഈമാൻ ഉണ്ട്. 1 അള്ളയും റസൂലുമാകണം, ആ മനുഷ്യന് എല്ലാവരെക്കാളും പ്രിയപ്പെട്ടവർ. 2 ആരെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കണം, അള്ളാഹ്ക്ക് വേണ്ടി പിരിയണം. 3-ാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വഅയ്യഊദ ഫിൽ കുഫ്രി ബഅദ ഇദ് അൻഖദഹു അല്ലാഹു മിൻഹു. കുഫറിലേക്ക് മടങ്ങുന്നതിനെ നീ പേടിക്കണം, കുഫറിലേക്ക് മടങ്ങുന്നതിനെ നീ വെറുക്കണം. അതിൽ നിന്ന് അല്ലാഹു നിന്നെ സംരക്ഷിച്ചതിനു ശേഷം ഒരു കാലം നമുക്കുണ്ടായിരുന്നില്ലേ, ഏറ്റവും തോന്നിവാസത്തിൽ ജീവിച്ച്, ഏറ്റവും വലാലത്തിൽ ജീവിച്ച്, ഏറ്റവും വഴപിഴവിൽ ജീവിച്ച്, എല്ലാവിധത്തിലുള്ള വൃത്തികേടിലും ജീവിച്ച്, എല്ലാവിധത്തിലുള്ള അനാചാരങ്ങളിലും ജീവിച്ച ആ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ലേ? അതിൽ നിന്നും അല്ലാഹു നമ്മളെ സംരക്ഷിച്ചു. ഇനിയും അതിലേക്ക് നീ മടങ്ങിപ്പോകുന്നതിനെ വെറുക്കണം. എത്രത്തോളം വെറുക്കണം? വലിയ തീ കുണ്ടാരത്തിലേക്ക്, നരകത്തിലേക്ക് നിന്നെ എടുത്തെറിയുന്നത് നീ വെറുക്കുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എങ്കിലേ നിനക്ക് തുഅമുൽ ഈമാനുള്ളൂ, എങ്കിലേ നിനക്ക് ഹലാവത്തുൽ ഈമാനുള്ളൂ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനു ശേഷം ഏകദേശം ഒരുപാട് കാലം ജീവിച്ച സ്വഹാബി, 80-85 വയസ്സിന് മുകളിൽ പ്രായമായപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ അദ്ദേഹവും കൂടെ പോവുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ, നിങ്ങൾക്ക് സാധിക്കൂലെങ്കിൽ വരണ്ട. അത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കൊട്ടേ എൻ്റെ ആഗ്രഹമാണ്, എൻ്റെ ആശയാണ്, ഒരു തവണയെങ്കിലും പടച്ചവനെ ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ ഷഹീദായി മരിക്കണമെന്ന്. ഇന്ന് വരെ എനിക്കതിന് സാധിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ യുദ്ധമായിരിക്കാം ഇത്. ഈ യുദ്ധത്തിലെങ്കിലും എനിക്ക് ഷഹീദാകണമെന്ന് പറഞ്ഞിട്ട് ആ യുദ്ധത്തിന് പോകുന്നത്.
അങ്ങനെ യുദ്ധത്തിന് പോയി കൈസർ രാജാവുമായിട്ടാണ് യുദ്ധം നടന്നു. ചില സ്വഹാബികളെ ബന്ധനസ്ഥരാക്കി കൈസർ രാജാവ്. അതിൽ ഈ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഉണ്ട്. അവരെ പിടിച്ച് ബന്ധനസ്ഥരാക്കി കൊണ്ടുവന്നു. എന്നിട്ട് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഈ കൈസർ എന്ന രാജാവ് ചോദിച്ചു, അബ്ദുള്ള, നിനക്ക് മാറാൻ ഒരുക്കമാണോ? നിന്റെ ദീൻ ഒഴിവാക്കി ക്രിസ്തു മതത്തിലേക്ക് വരാൻ നീ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോ, ഇല്ല, എനിക്കൊന്നല്ല 1000 ജീവനുണ്ടെങ്കിലും ഇല്ല, വരാൻ ഞാൻ തയ്യാറല്ല. അത് കേട്ടപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്. ആ ഖൈസർ എന്ന രാജാവ് ഒരു വലിയ ചെമ്പട്ടി, ഒരു വലിയ പാത്രം കൊണ്ടുവരികയാണ്. അതിൽ എണ്ണ കൊണ്ടുവരികയാണ്. ആ എണ്ണ അടുപ്പിന്റെ മുകളിൽ വെച്ച് തിളപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിലെ ഓരോരുത്തരെ പിടിച്ചതിലേക്ക് ഇടുകയാണ്. അത് കണ്ടിട്ടെങ്കിലും അബ്ദുള്ള എന്ന ആ സ്വഹാബി മാറട്ടെ എന്ന് വിചാരിച്ച അദ്ദേഹത്തിന്റെ മുന്നിൽ ഓരോരുത്തരെ എടുത്ത് ആ ഒരു എണ്ണയിലേക്ക്, തിളച്ച എണ്ണയിലേക്ക് ഇടുകയാണ്. അവസാനം അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ ആ തിളപ്പിച്ച എണ്ണയിലേക്ക് എടുക്കാൻ വേണ്ടി ആ കൈസറിന്റെ കിങ്കരന്മാര് പിടിച്ച് അദ്ദേഹത്തെ പിടിച്ചുയർത്തി ആ തിളച്ച എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണുനീര് വന്നു. കൈസർ എന്ന രാജാവ് വ്യാമോഹിച്ചു. അതേ അബ്ദുള്ളക്ക് മാറ്റമുണ്ടായിട്ടുണ്ട്, അബ്ദുള്ളക്ക് മനംമാറ്റമുണ്ടായിട്ടുണ്ടെന്ന് വ്യാമോഹിച്ചപ്പോ തിരിച്ചിങ്ങോട്ട് തന്നെ വെച്ചു. അവിടെ കിട്ടില്ല, എണ്ണയിലേക്ക് ഇട്ടില്ല. എന്നിട്ട് പറഞ്ഞു, അബ്ദുള്ള, നിങ്ങൾക്ക് മാറ്റണ്ടല്ലേ? അങ്ങനെ തന്നെ എന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ഇല്ല. പിന്നെ എന്തിനാ എന്റെ കണ്ണ് നിറഞ്ഞത്? പിന്നെ എന്തിനാ ഞാൻ കരഞ്ഞത്? പടച്ചോന്റെ മാർഗത്തിൽ ഒരു തവണയല്ലേ ഷഹീദാകാൻ പറ്റൂ? ഒരുപാട് തവണ അള്ളാന്റെ മാർഗത്തിൽ ഇതുപോലെ തിളച്ച എണ്ണയിൽ കിടന്ന് ഷഹീദാവാൻ എനിക്ക് പറ്റൂലല്ലോ എന്ന വേദനയാണ് എനിക്ക് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു അനുഭവിച്ചില്ലേ, ആസ്വദിച്ചില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇസ്ലാം മതം കിട്ടിയതിന് ശേഷം, ഹക്ക് കിട്ടിയതിന് ശേഷം കുഫറിലേക്ക് മടങ്ങിപ്പോകുന്നതിനെ വെറുക്കണം. അവനാണ് ഈമാനിന്റെ ത്വഅമ്, ഹലാവത്ത് ആസ്വദിച്ചവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദാക ത്വഅമുൽ ഈമാൻ, ഇതൊക്കെയാണ് ഈമാനിന്റെ മഹത്വങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ദാക ത്വഅമുൽ ഈമാൻ മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ റസൂലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ റബ്ബായി ആരംഗീകരിച്ചുവോ, റസൂലിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി ആര് തൃപ്തിപ്പെട്ടുവോ, ഇസ്ലാമിന് ദീനായി ആര് തൃപ്തിപ്പെട്ടുവോ, അവന് ദാക ത്വഅമുൽ ഈമാൻ, അവന് ഈമാനിന്റെ ത്വഅമുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അൽവാബിൽ സ്വയ്യിബ് മിനൽ കലാമി ത്വയ്യിബ് എന്ന് പറയുന്ന കിതാബിൽ മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ചൊരു പരാമർശം, ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ ഹലാവത്ത് കിട്ടിയ ഒരു സംഭവമാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരു ദിവസം ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ഡമസ്കസിലെ ജയിലറക്കുള്ളിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയെ കാണാൻ വേണ്ടി ചെന്നു. അവിടെ ചെന്ന് ഞങ്ങൾ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. ഒരുപാട് സമാധാനത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞപ്പോ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ മറുപടി, ഒരു ജയിൽ കുറ്റവാളി എന്ന് പറഞ്ഞാൽ, ജയിലിൽ അകപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ മാർഗത്തിൽ ജയിലിൽ അകപ്പെട്ടവനാകണം അവൻ. ശൈത്വാനിൽ നിന്ന്, അതേപോലെ തന്നെ തന്റെ ദേഹേച്ഛയിൽ നിന്ന് തന്റെ നഫ്സിനെ പിടിച്ച് ബന്ധിച്ചവനാണ് യഥാർത്ഥ ബന്ധനസ്ഥൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്താ എന്റെ ശത്രുക്കൾക്ക് എന്നെ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്? എനിക്ക് എന്റെ ജയിലും അള്ളാഹുമായി അടുക്കാനുള്ള ഒരു ഏകാന്തതയാണ്. എന്നെ ഇവരിങ്ങനെ നാട് കടത്തുന്നത് എനിക്ക് അള്ളാഹുവിന്റെ ഭൂമിയിൽ ടൂറ് പോകുന്ന
ഒരു സുഖമാണ് എനിക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ വ ഇന്ന ഖത്ലി ഷഹാദത്തുൽ ലിഖാഇ റബ്ബി, അവരെന്നെ കൊല്ലുകയാണെങ്കിൽ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള രക്തസാക്ഷിത്വമാണത്. മാദാ യഫഅലൂന ബി, അവർക്ക് എന്നെ എന്താണ് ചെയ്യാൻ സാധിക്കുക? ഇമ്മാ അൻ യകൂന മുസജ്ജല, ഒന്നുകിൽ അവരെന്നെ ജയിലിലടക്കും, ഔ തർഹീല, അതല്ലെങ്കിൽ അവരെന്നെ നാട് കടത്തും, ഔ ഖത്ല, അതല്ലെങ്കിൽ അതുമല്ലെങ്കിൽ അവരെന്നെ കൊല്ലും. ഇതൊന്നും ഒരു മുഅ്മിനിന് പേടിയില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന ഫി ദുനിയാ ജന്നത്തുൻ, ദുനിയാവിൽ ഒരു ജന്നത്തുണ്ട്, ലം യദ്ഖുലുഹാ, ആ ജന്നത്തിൽ, ആ സ്വർഗത്തിൽ ആര് പ്രവേശിച്ചിട്ടില്ലയോ, ലാ യദ്ഖുലു ജന്നത്തുൽ ആഖിറ, അവന് സ്വർഗത്തിൽ ആഖിറത്തിലെ ജന്നത്തിലും പ്രവേശിക്കാൻ കഴിയില്ല. ദുനിയാവിലെ ജന്നത്തിൽ കടക്കാത്തവന് ആഖിറത്തിലെ ജന്നത്തിലും കടക്കാൻ കഴിയൂല. ലൈസത്ത് ഹാദിഹിൽ ജന്ന ബസാതീനും വറയാഹീൻ, ദുനിയാവിലെ ജന്നത്ത് എന്ന് പറഞ്ഞാൽ സുഖാഡംബരങ്ങളും കോട്ടകൊത്തളങ്ങളും വലിയ വീടും വലിയ സൗകര്യങ്ങളും വലിയ വലിയ പച്ചപ്പരവതാനികളും അല്ല. നേരെ മറിച്ച് അള്ളാഹനെ അനുസരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ലദ്ദത്ത്, ആ ഒരു സുഖം, അതാണ് ദുനിയാവിലെ ജന്നത്ത്. ആക്രമിക്കപ്പെട്ടാ പോലും ഉപദ്രവിക്കപ്പെട്ടാ പോലും അവന് അള്ളാഹുവിനെ അനുസരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ലദ്ദത്ത്. ഏറ്റവും വലിയ ദരിദ്രനാണെങ്കിൽ പോലും അവന് അള്ളാഹുവിനെ അനുസരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ത്വഅമ്, ഒരു ഹലാവത്ത്, ഒരു മാധുര്യം, ആ മാധുര്യമാകുന്ന സ്വർഗത്തിൽ, ദുനിയാവിന്റെ സ്വർഗത്തിൽ ആർക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ലയോ അവന് ആഖിറത്തിലെ സ്വർഗത്തിലും പ്രവേശിക്കാൻ സാധിക്കൂല. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെയാ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ഏറ്റവും നല്ല സൂക്ഷ്മതയുള്ളവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഇപ്പറഞ്ഞ വിഷയത്തിൽ മാത്രമല്ല ഹലാവത്ത്, നേരെ മറിച്ചോ മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഖുർറത്തു ഐനി ഫീ സ്വലാത്തി, എനിക്ക് ആസ്വാദനം കിട്ടുക, എനിക്ക് മാധുര്യം കിട്ടുക, എനിക്ക് കൺകുളിർമ കിട്ടുക എപ്പോഴാ? എൻ്റെ നമസ്കാരത്തിൻ്റെ സമയത്താ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞില്ലേ, യഅതീഹിൽ ഹുസ്നു വൽ ഹമ്മു വൽ ഗമ്മു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ല പ്രയാസവും വന്നാൽ, വല്ല ബുദ്ധിമുട്ടും വന്നാൽ, ഫയഖൂലു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറയും, മർഹനാ ബിസ്സലാത്തി യാ ബിലാൽ, ബിലാലേ ഞാനൊന്ന് നമസ്കരിക്കട്ടെ, കാരണം എനിക്കൊരു പ്രയാസം ബാധിച്ചു, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി, എൻ്റെ ബുദ്ധിമുട്ടാകുന്ന എൻ്റെ ഹൃദയത്തെ തണുപ്പിക്കാൻ, എനിക്ക് ഹലാവത്ത് കിട്ടാൻ ഞാനൊന്ന് നമസ്കരിക്കട്ടെ. വലിയ വലിയ വിപത്തുകൾ വരുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അരിഹ്നാ ബിസ്സലാത്തി യാ ബിലാൽ, ബിലാലേ ഞാനൊന്ന് നമസ്കരിക്കട്ടെ. കഠിനമായ പരീക്ഷണങ്ങൾ വരും, സിൽസാലുകൾ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും റസൂലുള്ള പറയും, അരിഹ്നാ ബിസ്സലാത്തി യാ ബിലാൽ, ബിലാലേ ഞാനൊന്ന് നമസ്കരിക്കട്ടെ ബിലാലേ. വയഖ്തലു ജുനൂദഹു വയമൂതു അബ്നാഉഹു, അവർ അദ്ദേഹത്തിന്റെ മക്കൾ മരിച്ചപ്പോ, അദ്ദേഹത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യം കൊല്ലപ്പെട്ടപ്പോഴും എന്ത് മുസീബത്ത് ബാധിച്ചാലും, മനസ്സിനെ എന്ത് വേദന ബാധിച്ചാലും, മനസ്സിന് എന്ത് പ്രയാസം ബാധിച്ചാലും റസൂലുള്ള പറഞ്ഞ വാക്ക് അരിഹ്നാ ബിസ്സലാത്തി യാ ബിലാൽ, ബിലാൽ ഞാനൊന്ന് നമസ്കരിക്കട്ടെ. കാരണം എന്താ? ഖുർറത്തു ഐനി ഫിസ്സലാ, കാരണം എനിക്ക് നിസ്കാരത്തിലൊരു ഹലാവത്ത് കിട്ടാറുണ്ട്, എനിക്ക് നിസ്കാരത്തിലൊരു മാധുര്യം കിട്ടാറുണ്ട്. നമുക്ക് കിട്ടാറുണ്ടോ? നമുക്ക് കിട്ടാറുണ്ട്, നമുക്കും കിട്ടാറുണ്ടല്ലേ. നല്ല മാധുര്യം കിട്ടും, നല്ല സുഖം കിട്ടും നിസ്കരിക്കുമ്പോൾ. എങ്ങനെ? കൈ കെട്ടിയിട്ട് ഫാത്തിഹയും സൂറത്തൊക്കെ അങ്ങനെ ഇമാമ് നല്ല സുഖത്തിൽ ഓതുന്നുണ്ടാകും, നമ്മളും നല്ല സുഖത്തിൽ അങ്ങനെ സ്വപ്നത്തിലൂടെ കിനാവിലൂടെ എത്തേണ്ടിടത്തൊക്കെ എത്തി, അല്ലേ? മംഗലാപുരത്തൊക്കെ പോയി ഒരു ഷോപ്പിംഗ് ഒക്കെ നടത്തി, ഇപ്പുറത്ത് തിരിച്ചു വന്ന് വീട്ടിലൊക്കെ വന്ന് നല്ല പൊറാട്ടയും ബീഫൊക്കെ കഴിച്ച് നല്ല സുഖസുന്ദരമായ നിസ്കാരം. ഹലാവത്ത്
ഇതാ ഹലാവത്ത്, ഇതാ ഖുറത്ത് ഐന് അല്ല. നേരെ മറിച്ചോ ഖുറത്ത് ഐന് നിസ്കാരത്തിലുള്ള ഹലാവത്ത് എന്താ? മഹാനായ ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്, തഫഖദൂ അൽ ഹലാവത ഫീ സലാസതി അഷ്യാ. 3 കാര്യങ്ങളിൽ നിങ്ങൾ ഹലാവത്ത്, ഒരു ആസ്വാദനത്തെ അന്വേഷിച്ചു കൊള്ളുക. ഏതൊക്കെയാ? ഇൻദസ്വലാ, ഒന്ന് നിസ്കരിക്കുമ്പോ, 2 വഇൻദ ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ ഓതുമ്പോ, 3 വഇൻദ ദിക്രി, ദിക്റുകൾ ചൊല്ലുമ്പോ. ഈ 3 സമയത്തും ഒരു ആസ്വാദനം, അതിലങ്ങോട്ട് ലയിക്കണം. നീ ആ നിസ്കാരത്തിൽ അങ്ങോട്ട് ലയിക്കണം. ആ നിസ്കാരത്തിൽ നിന്ന് പിന്തിരിയുന്നതിനെ നീ വെറുക്കണം. നിസ്കാരം തീരുന്നതിനെ നീ വെറുക്കണം. അല്ലേ, ഒരു തെമ്മാടിയായ മനുഷ്യൻ, ഒരു ഫാസിഖായ മനുഷ്യൻ ഒരു ഫിലിം കാണുമ്പോ, ഒരു സിനിമ കാണുമ്പോ എത്ര മണിക്കൂറാണെങ്കിലും കണ്ണും നട്ട് ഇരുന്നിടത്ത് കുത്തിയിരുന്ന് കാണാൻ അവനതിൽ ആസ്വാദനമുണ്ട്. അല്ലേ പ്രിയപ്പെട്ട മുഅ്മിനേ, നിസ്കാരത്തിലേക്ക് വിളിച്ചാൽ, നിസ്കാരത്തിന് വേണ്ടി നിന്നാൽ, തറാവീഹ് ഒരു 40 മിനിറ്റ്, ഒരു മണിക്കൂർ തറാവീഹ് നിസ്കരിക്കുമ്പോ അതിൽ ലദ്ദത്ത് കിട്ടുന്നില്ല, അതിലൊരു ആസ്വാദനം കിട്ടുന്നില്ല. ഇല്ലാത്ത നിസ്കാരത്തിന് എന്ത് ഗുണമാ? ഇല്ലാത്ത നിസ്കാരത്തിന് എന്ത് ഗുണമാ? നിസ്കാരത്തിന് കൈ കിട്ടിയാൽ നമ്മളൊരു ബിരിയാണി തിന്നുന്നത് പോലെ, ഒരു പാൽപ്പായസം കുടിക്കുന്നത് പോലെ, അല്ലേ, അത്ര നല്ല ആസ്വാദനത്തോടു കൂടി നിസ്കരിക്കണം. അതിങ്ങനെ ആസ്വദിക്കണം, നിസ്കാരം ആസ്വദിക്കണം. അതാ ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അതാണ് ഹലാവത്ത്, ആസ്വാദനം. ആരെപ്പോലെ? മഹാനായ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞ് ദാറുത്ത് തർഖാ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാണ്. അപ്പോൾ രാത്രിയായി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിൽ 2 ആളുകളെ ചുമതലപ്പെടുത്തി, രാത്രി കാവലിരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ട് റസൂലും സ്വഹാബത്തും കടന്നുറങ്ങി. ആരൊക്കെയാ കാവലിരിക്കുന്നത്? അബ്ബാദ് റളിയല്ലാഹു അൻഹുവും അതേപോലെ തന്നെ മുആദ് റളിയല്ലാഹു അൻഹു ആണെന്ന് തോന്നുന്നു. 2 സ്വഹാബികൾ, അമ്മാറോ മുആദോ, ഏതായാലും അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു ഒരാളാണ്. അങ്ങനെ സമയങ്ങൾ കടന്നുപോയി. അബ്ബാദ് റളിയല്ലാഹു അൻഹു കൂട്ടുകാരനോട് പറഞ്ഞു, അല്ല മുആദേ, നിങ്ങൾ ഉറങ്ങിക്കോ, എന്തിനാ 2 ആളും ഇരിക്കുന്നത്? നിങ്ങൾ ഉറങ്ങിക്കോ, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നോളാം, ഞാൻ ഒറ്റയ്ക്ക് കാവലിരുന്നോളാം. അങ്ങനെ സമയങ്ങൾ കടന്നുപോയി. രാത്രിയുടെ അന്ത്യയാമം എത്തിയപ്പോ മഹാനായ അബ്ബാദ് റളിയല്ലാഹു അൻഹു പതിവ് പോലെ രാത്രി തഹജ്ജുദ് നമസ്കരിക്കാൻ തുടങ്ങി. തഹജ്ജുദ് നമസ്കരിക്കുന്ന ആ സമയത്ത് ഒരു മുശ്രിക്ക്, ഒരു ശത്രു പതിഞ്ഞിരുന്നു കൊണ്ട് മഹാനായ അബ്ബാദ് റളിയല്ലാഹു അൻഹുവിനെ നോക്കി അമ്പെയ്യുകയാണ്. ശരീരത്തിൽ വന്ന് അമ്പ് തിറക്കുകയാണ്. ശരീരത്തിൽ നിന്ന് ധാരധാരയായി രക്തം വരികയാണ്. പക്ഷേ നിസ്കാരം മുറിക്കുന്നില്ല. 2ാമത്തെ അമ്പും വന്ന് തിറക്കുകയാണ്. 3ാമത്തെ അമ്പും വന്ന് തിറക്കുകയാണ്. ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിച്ച് ബോധരഹിതനായി പോകുമോ എന്ന് പേടിച്ച് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും സുരക്ഷിതത്വമാണല്ലോ, ഉത്തരവാദിത്തമാണല്ലോ എനിക്കുള്ളത് എന്ന് പറഞ്ഞിട്ട്, എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അവസാനം നമസ്കാരം മുറിച്ചിട്ട് തൻ്റെ കൂട്ടുകാരൻ മുആദിനെ വിളിച്ചു. മുആദ് റളിയല്ലാഹു അൻഹു എണീറ്റു. ബാക്കിയുള്ള സ്വഹാബികളും എഴുന്നേറ്റു. അപ്പോഴേക്കും ആ ശത്രു ഓടി മറഞ്ഞു. മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബ്ബാദേ, അല്ല അബ്ബാദേ, 1ാമത്തെ അമ്പ് വന്ന് തറച്ച സമയത്ത് തന്നെ നിനക്കെന്നെ വിളിക്കാമായിരുന്നില്ല അബ്ബാദേ? എങ്കിൽ 2ഉം 3ഉം അമ്പ് തറക്കുമായിരുന്നില്ലല്ലോ അബ്ബാദേ? ഇത് കേട്ടപ്പോ അബ്ബാദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഞാൻ എങ്ങനെ നിന്നെ വിളിക്കാനാ മുആദേ? ഞാൻ ചില ആയത്തുകൾ ഓതുകയായിരുന്നു. എൻ്റെ ഹൃദയം കവർന്ന ആയത്തുകളായിരുന്നു. നിസ്കാരത്തിൽ ഞാൻ ഓതി എൻ്റെ ആയത്തുകൾ ഹൃദയം കവർന്ന ആയത്തുകളായിരുന്നു. ആ ആയത്തുകൾ മുറിച്ച്, നിസ്കാരത്തെ മുറിച്ച് ഞാൻ നിന്നെ വിളിക്കുന്നത് വെറുത്തു ഞാൻ എന്നും മഹാനായ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു. അതാണ് നിസ്കാരത്തിലെ ഹലാവത്ത് കിട്ടണ്ടേ? നിസ്കാരത്തിലെ ഹലാവത്ത് കിട്ടണം. അതിനെന്താ മാർഗം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു. ഒരു സ്വഹാബി ഒന്ന് ചോദിച്ചു, റസൂലേ, എനിക്ക് നിസ്കാരത്തിൽ തഖ്വ കിട്ടണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, നിസ്കാരത്തിൽ ഹലാവത്ത് കിട്ടണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, എന്താ ഞാൻ ചെയ്യേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, ഇദാ ഖുംത ഫീ സ്വലാതിക ഫസല്ലി സ്വലാത മുവദ്ദിഇൻ. നീ നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ
ഒരു വിട പറയുന്നവൻ്റെ നിസ്കാരം നിസ്കരിക്കുക. അസർ നിസ്കരിച്ചപ്പോൾ നിന്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടാകണം, പടച്ചോനെ നീ എനിക്കനുവദിച്ച ആയുസ്സിലെ അവസാനത്തെ നിസ്കാരമാണ് ഈ നിസ്കാരം. ഇനി എനിക്ക് നിസ്കരിക്കാൻ അവകാശമില്ല, ഇനി എനിക്ക് നിസ്കരിക്കാൻ അർഹത കിട്ടില്ല, സമയം കിട്ടൂല, എൻ്റെ ജീവിതം കഴിഞ്ഞു, എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണ് ഈ അസർ എന്ന് വിചാരിച്ച് നീ നിസ്കരിച്ചാൽ നിന്റെ നിസ്കാരത്തിൽ ഹലാവത്ത് കിട്ടും, മാധുര്യം കിട്ടും. ഇല്ലേ? ഏറ്റവും അവസാനത്തെ നിസ്കാരമാണ് എൻ്റെ നിസ്കാരം എന്ന് വിചാരിച്ച് ഒരു വക്കത്തെ നിസ്കാരം നമ്മൾ നിസ്കരിച്ചാൽ ഹലാവത്ത് കിട്ടും, തഖ്വ കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനെ ഓരോന്നും പറയേണ്ടതാണ്. നിങ്ങൾ 3 കാര്യങ്ങളിൽ ഹലാവത്തിനെ തേടുക എന്ന് മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി, 1 ഖുർആൻ ഓതുമ്പോൾ, 2 നിസ്കരിക്കുമ്പോൾ, 3 ദിക്ർ ചൊല്ലുമ്പോൾ. ഓരോന്നിനും സ്വഹാബത്തിൻ്റെ ചരിത്രം എമ്പാടും പറയാനുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒരൊറ്റ കാര്യം മാത്രം പറയട്ടെ. എന്തിനാ അള്ളാഹുവിനെ നമ്മൾ കൂടുതൽ സ്നേഹിക്കേണ്ടത്? എന്തിനാ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ കൂടുതൽ സ്നേഹിക്കേണ്ടത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒരു യാത്ര കഴിഞ്ഞ് മദീനത്തേക്ക് തിരിച്ചു വരികയാണ്. ദൂരെ ഒരു കുഞ്ഞ് കിടക്കുന്നുണ്ട് റസൂലുള്ളാഹിന്റെ വഴിയിൽ. ആ കുഞ്ഞിന്റെ ഉമ്മ അകലെയാണ്. ആ ഉമ്മ എന്തോ ആവശ്യത്തിന് പോയതാണ്, കുഞ്ഞിനെ ഇവിടെ കിടത്തിയിട്ട് പോയതാണ്. അങ്ങനെ അതാ തൻ്റെ ഉമ്മ, കുഞ്ഞിന്റെ ഉമ്മ തൻ്റെ കുഞ്ഞിന്റെ നേർക്കെടുക്കുന്ന ഒരു സംഘത്തെ കാണുകയാണ്. ഇത് റസൂലുള്ളയും സ്വഹാബത്തുമാണെന്ന് ആ ഉമ്മ തിരിച്ചറിയുന്നില്ല. ആ ഉമ്മ പേടിക്കുകയാണ്, ആ ഉമ്മ ഭയപ്പെടുകയാണ്. ഈ വരുന്ന സംഘം എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചേക്കുമോ, എൻ്റെ കുഞ്ഞിനെ അറിയാതെ ചവിട്ടിയേക്കുമോ എന്ന് ഭയപ്പെട്ട് ഓടിക്കിതച്ചുകൊണ്ട് ആ ഉമ്മ ഓടി വരികയാണ്. ആ കുഞ്ഞിനെ മാറോടണക്കുകയാണ്, തുരുതുരാ ചുംബിക്കുകയാണ്. ഈ കാഴ്ച 10 മാസം ഗർഭം ചുമന്ന് നൊന്തു പ്രസവിച്ച ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ ലാളനയുടെ കാഴ്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നേർക്ക് നേരെ കാണുകയാണ്. റസൂലുള്ള സ്വഹാബത്തിനോട് ചോദിച്ചു, അതറൗന ഹാദിഹി തൽഖാ വലദഹാ ഫിന്നാർ വഹിയ തഖദിറു അലാ ദാലിക. അല്ല സ്വഹാബത്തെ, നിങ്ങളുടെ അഭിപ്രായം എന്താ? ഈ ഉമ്മയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഈ ഉമ്മ തൻ്റെ കുഞ്ഞിനെ ഇത്രമാത്രം സ്നേഹിച്ച ലാളിച്ച ഈ ഉമ്മ ഈ കുഞ്ഞിനെ ഒരു വലിയ തീക്കുഴിയിലേക്ക് ഇടുമോ? എന്താ സ്വഹാബത്തെ നിങ്ങളുടെ അഭിപ്രായം? സ്വഹാബത്തിന്റെ മറുപടി, ഖാലു ലാ യാ റസൂലല്ലാഹ്, ഇല്ല റസൂലേ, ഒരു ഉമ്മക്കും അതിന് സാധിക്കൂല. താൻ കഷ്ടപ്പെട്ടാലും തൻ്റെ മക്കള് കഷ്ടപ്പെടരുതെന്ന ഒരു ഉമ്മ വിചാരിക്ക. താൻ മഴ നനഞ്ഞാലും തൻ്റെ മക്കൾ മഴ നനയരുതെന്ന ഒരു ഉമ്മ വിചാരിക്ക. താൻ പട്ടിണി കിടന്നാലും തൻ്റെ മക്കള് പട്ടിണി കിടക്കരുതെന്ന ഉമ്മ വിചാരിക്ക. തൻ്റെ ശരീരത്തിൽ മുറിവ് പറ്റിയാലും തൻ്റെ മക്കളുടെ ശരീരത്തിൽ മുറിവ് പറ്റരുതെന്ന തൻ്റെ ഒരു ഉമ്മ വിചാരിക്ക. അതാണ് ഒരു ഉമ്മ വിചാരിക്ക. ഒരു ഉമ്മക്കും പറ്റൂല റസൂലെ തൻ്റെ കുഞ്ഞിനെ തീക്കുണ്ടാരത്തിലേക്ക് ഇടാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, എങ്കിൽ സ്വഹാബത്തെ ഫവല്ലാഹ്, അല്ലാഹുവിനെ തന്നെ, ലല്ലാഹു, അല്ലാഹുവിനുണ്ട് കേട്ടോ, അർഹമു ബിഇബാദിഹി, അല്ലാഹു തൻ്റെ അടിമകളോട് ഏറ്റവും റഹീമാണ്, ഏറ്റവും റഹ്മത്തുള്ളവനാണ്, കാരുണ്യമുള്ളവനാണ്. മിൻ ഹാദിഹി ബിവലദിഹാ, ഈ ഉമ്മക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കാൾ ദുനിയാവിലുള്ള സ്നേഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉദാത്തമായ പവിത്രമായ സ്നേഹമാണ് ഒരു ഉമ്മക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം. അതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഉപ്പക്ക് മക്കളോടുള്ള സ്നേഹത്തെക്കാൾ വലുതാണ് ഉമ്മയും മക്കളുള്ള സ്നേഹം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹത്തെക്കാൾ വലുതാണ് ഉമ്മയും മക്കളുള്ള സ്നേഹം. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്നേഹത്തെ ഉദാഹരണം വെച്ചിട്ട് പറഞ്ഞു, ഇതിനേക്കാൾ ഒരു ഉമ്മ തൻ്റെ ഉമ്മ തന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ നിന്റെ റബ്ബ് നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നിന്റെ റബ്ബ് നിനക്ക് റഹ്മത്തുള്ളവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റബ്ബിനെ തിരിച്ച് സ്നേഹിക്കണം. ആ റബ്ബിന് വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറാകണം. മറ്റെല്ലാവരെക്കാളും റബ്ബിനെ ഉൾക്കൊള്ളാൻ, റസൂലിനെ ഉൾക്കൊള്ളാൻ സാധിക്കണം. സാധിക്കുന്നുണ്ടോ?
ഇല്ല. പലപ്പോഴും റബ്ബിനെ ഓർത്തും കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ആകാശലോകത്തേക്ക് ഇരുകരങ്ങളും ഉയർത്തി പടച്ചവനിലേക്ക് തിരിയേണ്ട മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താ? പരിശുദ്ധ റമദാൻ മാസത്തിൽ പോലും എന്താ? അള്ളാഹുവിനെ ഓർത്ത് കരയേണ്ട കണ്ണുകൾ, അള്ളാഹുവിനെ ഭയപ്പെട്ട് കരയേണ്ട കണ്ണുകൾ ജാറങ്ങളിൽ ചെന്ന്, മഖബറകളിൽ ചെന്ന്, പുണ്യകേന്ദ്രങ്ങളിൽ ചെന്ന്, തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ചെന്ന് അവിടെ ചെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്തൊരു വലിയ ഹലാവത്ത അവർക്ക് അവിടെ കിട്ടുന്നതില്ലേ? കണ്ടിട്ടില്ലേ? എത്ര വലിയ ഹലാവത്ത അവർക്ക് അവിടെ കിട്ടുന്നത്. ഹലാവത്തോടുകൂടി മാധുര്യത്തോടുകൂടി അവിടെ കിടന്ന് പൊട്ടി പൊട്ടി പൊട്ടിക്കരഞ്ഞ് ആ മഖബറയിലുള്ള ആളോട് ദുആ ചെയ്യുമ്പോ മനുഷ്യ ചിന്തിക്കണോ, നീ റബ്ബിനെ വിളിച്ച് റബ്ബിനോട് ഒരു തവണയെങ്കിലും റബ്ബിനെ ഓർത്ത് നിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? റബ്ബിനെ ഭയപ്പെട്ട് നിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? റബ്ബിനെ പേടിച്ച് നിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? റബ്ബ് നിനക്ക് നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് സന്തോഷം കൊണ്ടെങ്കിലും നിന്റെ കണ്ണ് ഒരിക്കലെങ്കിലും നിറഞ്ഞിട്ടുണ്ടോ? ഈ നിനക്ക് എന്ത് അവകാശമാ അവിടെയും ഇവിടെയും പോയി നിന്റെ കണ്ണ് നിറക്കാൻ? മുസ്ലിമേ ചിന്തിക്ക്, മുഅ്മിനെ ആലോചിക്ക്. ഈമാനുള്ളവരല്ലേ നമ്മൾ? തുഅമുൽ ഈമാൻ കിട്ടേണ്ടവരല്ലേ നമ്മൾ? ഹലാവത്തുൽ ഈമാൻ കിട്ടേണ്ടവരല്ലേ നമ്മൾ? മഹാന്മാരായ സ്വഹാബത്ത് ഖന്ദഖ് യുദ്ധത്തിന്റെ സമയത്ത്, അഹ്സാബ് യുദ്ധത്തിന്റെ സമയത്ത്, ഖന്ദഖ് ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രയാസത്തിലല്ലേ അവര്? പട്ടിണി കിടന്നിട്ടാണ്, വിശപ്പനുഭവിച്ചിട്ടാണ് ഖന്ദഖിന്റെ കുഴി കുഴിക്കുന്നത്. ആ സമയത്ത് സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പരാതി പറയുകയാണ്. റസൂലെ, വിശന്ന് വയറൊട്ടി, വിശന്ന് പ്രയാസപ്പെടുന്നു, വിശന്നിട്ട് കണ്ടു കാണാൻ പറ്റുന്നില്ല റസൂലേ. നമുക്ക് പറ്റിയിട്ടുണ്ടോ അങ്ങനെ? ഒരിക്കെങ്കിലും വിശപ്പ് എന്താണെന്ന് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു പകല് മുഴുവൻ നോമ്പ് നോൽക്കുമ്പോഴേക്കും വിശപ്പ് അനുഭവിച്ചു എന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? അല്ല, അതൊന്നും വിശപ്പ് അനുഭവിക്കലല്ല. സ്വഹാബത്ത് അനുഭവിച്ച വിശപ്പ്, സ്വഹാബത്ത് അനുഭവിച്ച പട്ടിണി, അതിൻ്റെ 100% പോലും നമ്മൾ അനുഭവിച്ചിട്ടില്ല. ആ സ്വഹാബത്ത് പട്ടിണി കിടന്നിട്ട് ഖന്ദഖ് കിടങ്ങ് കുഴിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ അടുക്ക വന്നുകൊണ്ട് അവര് ശരീരത്തിൽ അവരുടെ വസ്ത്രം പൊന്തിച്ച് കാണിച്ച്, ഉയർത്തി കാണിച്ച്, വയറ് ഒട്ടിയത് കാണിച്ചു കൊടുത്തപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഷർട്ട് പോക്കി കാണിച്ചു കൊടുത്തപ്പോ സ്വഹാബത്തൊക്കെ ഒരു കല്ലാണ് കെട്ടിവെച്ചതെങ്കിൽ റസൂലുള്ള വിശപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ 2 കല്ലാണ് കെട്ടിവെച്ചത്. അറിയില്ലേ നമുക്ക് ആ ചരിത്രം? എങ്ങനെ കിട്ടി അവർക്ക് ആ ഹലാവത്ത്? വിശപ്പ് സഹിച്ചുകൊണ്ട് കിടങ്ങി കുഴിക്കാനുള്ള ആ ഒരു ആസ്വാദനം എവിടുന്ന് കിട്ടിയവർക്ക്? എവിടുന്ന് കിട്ടിയവർക്ക് ആ ഹിദായത്ത്? അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ. അല്ലാഹുവേ, നീ ഇല്ലായിരുന്നെങ്കിൽ, നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ, വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ, പടച്ചോനെ ഞങ്ങൾ നിസ്കരിക്കുമായിരുന്നില്ല, പടച്ചോനെ ഞങ്ങൾ സ്വതക്ക നൽകുമായിരുന്നില്ല. ഫഅൻസിലൻ സകീനതൻ അലൈനാ. അതുകൊണ്ട് നാദാ, ഞങ്ങൾക്ക് നീ സമാധാനം വർദ്ധിപ്പിച്ചു താ, ഞങ്ങൾക്ക് നീ സ്ഥൈര്യവും ഹലാവത്തും ത്വഅമും മാധുര്യവും എന്റർടൈൻമെന്റും അതേപോലെ തന്നെ ഒരു മധുരവും ഇറക്കി താ പടച്ചവനെ. وأنزل السكينة علينا. അല്ലേ, മഹാന്മാരായ സ്വഹാബത്ത് അന്ന് പാടിയ പാട്ടാണത്. اللهم لولا أنت مهتدينا لا تصدقنا ولا صلينا فأنزلا سكينة علينا وثبت الأقدام إلا قينا. മഹാന്മാരായ സ്വഹാബത്ത് അന്ന് പാടിയത് പാടാൻ അവർക്ക് എവിടുന്നാണ് ഊർജം കിട്ടിയത്? മുഅ്മിനീങ്ങൾ, ആ ഹലാവത്ത്, ആ മാധുര്യം എവിടുന്നാണ് കിട്ടിയത്? മരിക്കുമ്പോഴെങ്കിലും ആ ഹലാവത്തോടു കൂടി മരിക്കാൻ നമുക്ക് സാധിക്കണം, അല്ലേ? ജീവിതത്തിൽ ആ ഒരു മാധുര്യം ആസ്വദിച്ച്, കൺകുളിർക്കെ ഈമാനിനെ ആസ്വദിച്ച്, ഈമാനിൻ്റെ ഹലാവത്ത് ഒരു ഭക്ഷണം കഴിക്കുന്ന ആസ്വാദനത്തിലേക്കാളുപരി മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോൾ നിനക്കുണ്ടാകുന്ന ആസ്വാദനത്തിനേക്കാൾ കൂടുതൽ വലിയ ആസ്വാദനം ഹലാവത്തുൽ ഈമാനിനുണ്ടെന്ന്. അങ്ങനെ അവസാനം മരിക്കുന്ന സമയത്തും ആ ഹലാവത്ത്, ഈമാനിന്റെ ഹലാവത്ത് നിലനിർത്തി മരിക്കാൻ മുഅ്മിനെ നീ പരിശ്രമിച്ചോ. ആരെപ്പോലെ? മഹാനായ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ പോലെ.
ആരാ? ബിലാൽ റളിയല്ലാഹു അൻഹു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉറക്കെ ഉയിരെ അക്ഷീണമശ്രാന്തം പറഞ്ഞതിന്റെ കാരണത്താൽ ശരീരം ചുട്ടുപൊള്ളുന്ന മണൽ പരപ്പിൽ മലർത്തിക്കിടത്തി ഭാരമേറിയ കരിങ്കല്ല് നെഞ്ചത്ത് വെച്ചുകൊണ്ട് ശരീരത്തിന്റെ വാരിയല്ലുകൾ പൊട്ടിപ്പോകുമാറുള്ള വലിയ വലിയ ഭാരമുള്ള നെഞ്ചിന്റെ പുറത്ത് വലിയ ഭാരമുള്ള കല്ല് എടുത്ത് വെച്ചുകൊണ്ട് മണൽപ്പരപ്പിൽ, ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിൽ, ശരീരം വെന്തു പോകുന്ന മണൽപ്പരപ്പിൽ, ശരീരം പൊള്ളിപ്പോകുന്ന മണൽപ്പരപ്പിൽ, ആ തൻ്റെ മണൽപ്പരപ്പിൽ മലർത്തിക്കടത്തി വലിയ ഭാരമുള്ള കല്ല് നെഞ്ചത്ത് വെച്ച് പിഞ്ചു പൈതങ്ങളെ കൊണ്ട്, തെരുവ് പിള്ളേരെ കൊണ്ട് വലിപ്പിച്ചില്ലേ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ? കഠിനമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ലേ? കഠിനമായ പരീക്ഷണങ്ങൾ ഉണ്ടായില്ലേ? അഹദ് പറഞ്ഞതിന്റെ പേരിൽ, അല്ലാഹ് മാത്രം എന്ന് പറഞ്ഞതിന്റെ പേരിൽ, ലാത്തല്ല എന്റെ ദൈവം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഞാൻ പ്രാർത്ഥിക്കൂല, ആ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച അള്ളാഹിനോട് ഞാൻ ദുആ ചെയ്യൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇസ്മായിൽ നബിയുടെ വിഗ്രഹം ആരാധിച്ചിരുന്ന മക്കയിലെ മുശ്രിക്കുകളുടെ മുഖത്ത് നോക്കി ഇല്ല, ഇസ്മായിൽ നബിയെ ഞാൻ വിളിച്ചു ദുആ ചെയ്യൂല, ആ ഇസ്മായിൽ നബി വിളിച്ചു ദുആ ചെയ്ത അള്ളാഹിനോട് ഞാൻ ദുആ ചെയ്തു എന്ന് പറഞ്ഞതിന്റെ പേരിൽ കഠിന പ്രയാസങ്ങൾ, കഠിന ബുദ്ധിമുട്ടുകൾ, അങ്ങനെ അതൊക്കെ അനുഭവിച്ച് ഹലാവത്തോടുകൂടി ജീവിച്ച് ആ ഹലാവത്തോടുകൂടി മരിക്കുന്ന സമയം, ഈമാനിന്റെ ഹലാവത്തോടുകൂടി അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്ന സമയം, ലമ്മാ ഹദറത്തിൽ വഫാത്തു ബിലാൽ റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹുവിന് വഫാത്ത് എടുത്ത സമയം, അവിടുന്ന് ഈ ലോകത്തോട് വിട പറയാനുള്ള സമയം, കാനത്ത് സൗജതു ഖരീബത്തും മിൻഹു, അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ അടുക്കലുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ അടുക്കലെത്തിയിട്ടുണ്ട്. തൻ്റെ ഭർത്താവിൻ്റെ പ്രയാസം കണ്ടപ്പോ, തൻ്റെ ഭർത്താവിൻ്റെ വേദന കണ്ടപ്പോ, തൻ്റെ ഭർത്താവിൻ്റെ ആ മരണവെപ്രാളം കണ്ടപ്പോ ആ ഭാര്യ പറയുകയാണ്, വാ കർബാ, എന്തൊരു പ്രയാസമാണ് എൻ്റെ വാപ്പക്ക്, എന്തൊരു ബുദ്ധിമുട്ടാണ് എൻ്റെ ഭർത്താവിന്, എന്തൊരു പ്രയാസമാണ് എൻ്റെ ഭർത്താവിന്, എൻ്റെ ഭർത്താവ് മരിക്കുമ്പോൾ മരണവേദന അനുഭവിക്കുന്നല്ലോ, എന്തൊരു പ്രയാസമാണ് എൻ്റെ ഭർത്താവിനെന്ന് പറഞ്ഞപ്പോ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അല്ല മോളെ, പ്രിയപ്പെട്ട ഭാര്യ, നീ ആ വാക്കല്ല പറയേണ്ടത്, വാക്കർബാ എന്ന് പറയുന്നതിന് പകരം വാഖുർബാ എന്ന് നീ പറയുമോളെ. എന്തൊരടുപ്പമാണ്, എത്ര അടുത്തെത്തിനാൻ. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് നാളെ കണ്ടുമുട്ടാം, എൻ്റെ കൂട്ടുകാരെ എനിക്ക് നാളെ കണ്ടുമുട്ടാം, ആ ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ അടുത്തു എന്ന് പറമോളെ. പ്രയാസം എന്ന വാക്ക് പറയണ്ട, അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് ഞാൻ അടുത്തു, വാ ഖുർബ എന്ന് പറയുന്നു മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അതനുഭവിച്ച് ആസ്വദിച്ച് ഹലാവത്ത്, ഈമാനിൻ്റെ ഹലാവത്ത് ആസ്വദിച്ചാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയത്തിൻ്റെ എവിടെയും ഇത് എത്തിയിട്ടില്ല എന്ന് എനിക്കറിയാം, എങ്കിലും ഒരുപാട് സമയമായി, സാധാരണ സമയത്തേക്കാൾ കുറച്ചും അതിക്രമിച്ചു എന്ന് ഈ ഉള്ളവൻ തിരിച്ചറിയുന്നു, അംഗീകരിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന പരിശുദ്ധരിൽ, മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാദാ, ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായി ധാരാളം പാപങ്ങൾ ചെയ്തു. നാദാ, നീ പുറത്തു മാപ്പാക്കി തരണമേ. പടച്ചവനെ, ഹലാവത്തുൽ ഈമാൻ, ഈമാനിൻ്റെ ഹലാവത്ത്, മാധുര്യം, ത്വഅമ്, അത് ആസ്വദിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ പടച്ചവനെ. ഹലാവത്ത് ഞങ്ങൾക്ക് നീ നൽകണമേ പടച്ചവനെ. ഈമാനിൻ്റെ ഹലാവത്ത് ഞങ്ങൾക്ക് നീ നൽകണമേ. കേവലം നാവുകൊണ്ട് ഹലാവത്ത് ഹലാവത്ത് എന്ന് പറയുന്നതിൽ നിന്ന് ഉപരി ഹൃദയം കൊണ്ട് ഹലാവത്തിനെ അടുത്തറിയാനും അനുഭവിച്ചറിയാനുമുള്ള തൗഫീഖ് നൽകി പടച്ചവനെ അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഗുരുനാഥന്മാർ, അവർക്കെല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ പടച്ചവനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ, അവരുടെ എല്ലാവരുടെയും പ്രയാസം മാറ്റിക്കൊടുത്തവർക്ക് ദുനിയാവിൽ സമ്പത്തും ഖനയും സമാധാനവും സൗഖ്യവും
പടച്ചവനെ നീ പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ, കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കൂടെ നോമ്പനുഷ്ഠിച്ച പലരും ഇന്ന് രോഗം കാരണത്താൽ നോമ്പ് നോൽക്കാൻ സാധിക്കാതെ, രോഗം കാരണത്താൽ രാത്രി നമസ്കാരത്തിന് പള്ളിയിൽ വന്ന് എല്ലാവരുടെയോടും കൂടെ നമസ്കരിച്ച് ആ നമസ്കാരത്തിൽ ഹലാവത്ത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ രോഗശയ്യയിൽ കട്ടലിൽ കിടക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. പടച്ചവനെ, അവർക്കെല്ലാവർക്കും നീ ശിഫ പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, ഈ ലോകത്തോട് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ച് മരിക്കാനുള്ള, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകി പടച്ചവനെ അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, നാളെ പരലോകത്തും ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും അയക്കപ്പെടുമ്പോൾ സ്വർഗത്തിലേക്ക് അയക്കപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ പടച്ചവനെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, നിന്റെ കൽപ്പനകളെയും നിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെയും ആരെതിരിൽ നിന്നാലും സ്വീകരിക്കാനും അതിനെ നെഞ്ചോട് ചേർക്കുവാനുമുള്ള തൗഫീഖ്, അതിലൂടെ ഹലാവത്ത് പടച്ചവരെ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين. وصلى الله على محمد وآله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.